1970കളുടെ തുടക്കം. മലയാള സിനിമ നവഭാവുകത്വങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയം. അന്ന് അരങ്ങിനെയും സിനിമയെയും കലയെയും എല്ലാം ഒരുപാട് സ്നേഹിച്ച ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മോളിവുഡിന്റെ റൺവേയിലേക്ക് ലാൻഡ് ചെയ്തു. ഗായത്രി എന്ന അരങ്ങേറ്റ ചിത്രം മുതൽ മലയാളികൾ അന്നോളം അടക്കിവെച്ച അമർഷങ്ങളുടെയും ആസക്തികളുടെയും അഭ്രരൂപമായി മാറിയ ആ ചെറുപ്പക്കാരൻ 70കളുടെ അവസാനത്തോടുകൂടി മലയാള സിനിമയുടെ താരനായകനായി മാറി. വീതിയുള്ള കൃതാവ്, ചോര ചുവപ്പാർന്ന കണ്ണുകൾ, പിൽക്കാലത്ത് തലമുറകൾ അനുകരിച്ച നീട്ടിയും കുറുക്കിയുമുള്ള സംഭാഷണ ശൈലി. നായകനായും പ്രതിനായകനായും 24 വർഷം നീണ്ട ആ കരിയറിന്റെ അവസാന കാലത്ത് ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന ഗംഭീര കഥാപാത്രം അവിസ്മരണീയമാക്കി. കാലം നേരിട്ടിടപെട്ട ആ കാസ്റ്റിംഗ് കണ്ട് കണ്ണീരടക്കി കൈയടിച്ച് നമ്മൾ അന്ത്യാഭിവാദനം നൽകിയ അനശ്വര ചലച്ചിത്ര താരം മണ്ണടിപ്പറമ്പിൽ ഗോവിന്ദ പണിക്കർ സോമശേഖരൻ നായർ. ഓർമ്മയിൽ എന്നും MG സോമൻ. പക്ഷെ അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിലോ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിലോ. എനിക്ക് ദോഷം വരുമെന്ന് കണ്ടാൽ കൊല്ലാനും കുഴിച്ചുമൂടാനും മടിയുള്ള ആളല്ലേ. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ. നേരാ തിരുമിനി, ഈ പച്ചൻ പള്ളിക്കുടുത്ത് പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരുവന്റെ അവസാനത്തെ ആഗ്രഹം നടത്തി കൊടുക്കേണ്ടത് ഒരു ജയിൽ സൂപ്രണ്ടിന്റെ ഡ്യൂട്ടിയാണ്. എന്റെ ജന്മം നീയെടുത്ത്. താൻ ഇന്ന് വന്ന ആളാ അല്ലേ? വടക്കുള്ളവും പൂണൂലിട്ട് വന്ന് ഇറങ്ങുമ്പോ തെക്കുള്ളവും മേമുണ്ടഴിച്ച് അരയെ കെട്ടി ഓച്ചാനിച്ചു പിടിച്ച് നിന്നല്ലേ പറ്റൂ. ഗായത്രിയിൽ വരുമ്പോ സോമായിട്ടൊന്നും ഒരു പുതുമുഖമായിരുന്നല്ലോ, ഒന്ന് പറഞ്ഞു കൊടുത്തു സാർ. സമ്മതിച്ചു, ഞങ്ങൾ ഒന്ന് എടുത്തോട്ട്. വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ ഓർമ്മയിലെന്നും. സോമേട്ടന്റെ ദീപ്തമായ ഓർമ്മകളുമായി നമ്മുടെ മുന്നിലേക്ക് ഇന്ന് ആദ്യം എത്തുന്നത് എടുപ്പിലും നടപ്പിലും എഴുത്തിലും ഫയർ ബ്രാൻഡായ ഒരു മനുഷ്യൻ, തിരശീലയ്ക്ക് തീ പിടിപ്പിച്ച എഴുത്തുകാരൻ. നേരത്തെ പറഞ്ഞതുപോലെ സോമേട്ടന്റെ 24 വർഷത്തെ സിനിമാ കരിയർ എടുത്തു നോക്കുമ്പോൾ മലയാളിക്ക് ആദ്യം ഓർമ്മ വരുന്ന ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന കഥാപാത്രത്തെ അദ്ദേഹത്തിന് സമ്മാനിച്ച ചലച്ചിത്ര പ്രവർത്തകൻ. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട രഞ്ജി പണിക്കർ. രഞ്ജേട്ടാ നമസ്കാരം. ഓർമ്മയിലെന്നും എന്നുള്ള പേരുള്ള ഈ പരിപാടിയിൽ സോമേട്ടൻ്റെ ഒരു എപ്പിസോഡ് ചെയ്യുമ്പം അദ്ദേഹത്തിന്റെ വലിയ 24 വർഷം നീണ്ട ഒരു കരിയറിൽ മലയാളിയോട് പെട്ടെന്ന് ഒരു കഥാപാത്രം പറയാൻ പറഞ്ഞാൽ ഇപ്പോഴേറ്റവും പെട്ടെന്ന് ഓർത്തു പറയുക ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ഒരുപാട് നായക കഥാപാത്രങ്ങളും പ്രതിനായക കഥാപാത്രങ്ങളും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും മലയാള സിനിമയിൽ ഒരു അച്ഛൻ കഥാപാത്രം ഇത്ര ബോൾഡായി, ഇത്രയും സ്ട്രോങ് ആയി, ഇത്രയും പിന്നീട് ആളുകൾ കാലാതീതമായി എടുത്തു പറയുന്ന പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്ന് പറയുന്ന ഡയലോഗ് ഉൾപ്പെടെ പറഞ്ഞ ഒരാളാണ്. എത്ര പേജ് ഉണ്ടായിരുന്നു ആ ഡയലോഗുകൾ അദ്ദേഹത്തിന്? എൻ്റെ ഈ സ്ക്രിപ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡാണ് പൊതുവെ ഹെവി. നമ്മൾ സിനിമയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഡയലോഗ് വളരെ ഹെവി ആയിട്ട് തോന്നുമെങ്കിൽ അതിനേക്കാൾ ഹെവിയാണ് സ്ക്രിപ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പേജസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ സീൻ ഒരു 10, 50, 60 പേജ് ഉണ്ടാവും. അത് ആദ്യം അന്ന് ഒരു 4-5 പേജ് രാവിലെ എഴുതി കൊടുത്തു. ഞാൻ മിക്കവാറും അതിൻ്റെ ഒരു ഫൈനൽ ഷേപ്പിലുള്ള ഒരു സ്ക്രിപ്റ്റിലേക്ക് എഴുതി എത്തുന്നത് ഷൂട്ട് നടക്കുമ്പോഴാണ്. അപ്പോൾ സോമേട്ടനോട് രാവിലെ ആദ്യത്തെ ഒരു 3-4 പേജ് കാണിച്ചു കൊടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പതുക്കെ ഓരോ പേജായിട്ട് വരികയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സോമേട്ടന് ദേഷ്യം വന്നു. എന്തുകൊണ്ടാ ഇത് എത്ര നേരമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇതിനും മാത്രം ഡയലോഗ് എങ്ങനെ പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഡയലോഗ് സോമേട്ടൻ അങ്ങനെയാണല്ലോ. സോമേട്ടൻ വഴക്കുണ്ടാക്കാൻ ഒരു കാരണം നോക്കിയിരിക്കും രാവിലെ. അപ്പോൾ സ്നേഹമുള്ളവരോടാണെങ്കിൽ ഏറ്റവും ഗംഭീരമായിട്ട് വഴക്കുണ്ടാക്കും. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞേ പറ്റുള്ളൂ. ഇപ്പം തന്നാൽ ഞാനങ്ങനെ കാണാൻ പഠിച്ച് പറയും. ഞാൻ ഇതൊക്കെ കാണാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്, അല്ല പിന്നെ MG സോമനെ എന്തിനാ വിളിക്കുന്നത്? അങ്ങനെ ആണ് അത് പറഞ്ഞത്. ഫിലിമല്ലേ, റീടേക്കുകൾ എടുത്താല് സോമേട്ടന് അങ്ങനെ റീടേക്ക് ഒന്നും വേണ്ടി വരില്ല. ഇത് വഴക്കുണ്ടാക്കാൻ വേണ്ടി പറയുന്ന സോമേട്ടൻ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഡയലോഗ്, ഒന്നാമത് നാടകത്തിന്റെ ഒരു വലിയ പരിശീലനം സിദ്ധിച്ച നടനാണ്. അപ്പോൾ സ്റ്റേജിൽ നിന്ന് വരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഡയലോഗ് കാണാതെ പഠിക്കുക എന്നുള്ളതെന്ന് പറയുന്ന വലിയൊരു പ്രയത്നമാണ്. അപ്പൊ കൊണ്ട് കൊടുത്താൽ ചീത്ത വിളിച്ചിട്ട് പഠിക്കും. പഠിക്കുകയും അങ്ങനെ ഒരുപാട് ടേക്കൊന്നും വേണ്ടി വരില്ല. ഒന്നാമത് എനിക്ക് തോന്നുന്നു സോമേട്ടൻ അത്ര ഗംഭീരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അത്രയധികം അത് ഹൃദയത്തിലേക്ക് അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്.
അപ്പോൾ പറയാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ടേക്കുകളുടെ എണ്ണം കൂടിയിട്ടൊന്നുമില്ല. അന്ന് ശാരീരികമായി ചെറിയൊരു അവശത അദ്ദേഹത്തിന് തുടങ്ങിയിരുന്ന കാലമാണ്. ഒരു രോഗാവസ്ഥ പ്രകടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും പ്രത്യേകിച്ച് കണ്ണിലുമൊക്കെ. അതൊരുപക്ഷെ ആ കഥാപാത്രത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ പിന്നീട് നമ്മളെയൊക്കെ ഒരുപാട് ദുഃഖിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടാണ് ആ സിനിമ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയാവുന്നു. ആനക്കാട്ടിൽ ഈപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കഥാപാത്രമാവുന്നു എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത അനുഭവം കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം. രഞ്ജേട്ടൻ എന്ന എഴുത്തുകാരന്റെ ഒരു ഫിലിം കരിയർ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകലവ്യനും സ്ഥലത്തെ പ്രധാന പയ്യൻസ് ഒഴിച്ച് ബാക്കി എല്ലാ പടത്തിലും, അതുവരെയുള്ള എല്ലാ പടത്തിലും എനിക്ക് തോന്നുന്നത് തലസ്ഥാനം മുതലുള്ള എല്ലാ സിനിമയിലും ബാക്കി എല്ലാ സിനിമകളിലും സോമേട്ടൻ ഉള്ളിടത്തോളം കാലമുള്ള എല്ലാ സിനിമകളും എഴുതുന്നുണ്ട്. അതൊരു വ്യക്തിബന്ധത്തിന്റെ കൂടെയാണത്. അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. സോമേട്ടനെ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു പോകും. സോമേട്ടനെ സ്നേഹിച്ച പോലെ മറ്റ് ഒരാളെ സിനിമയിൽ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. അത്രയധികം സ്നേഹിക്കുകയും അത്രയധികം ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ആ കാലത്ത്. സോമേട്ടനും അങ്ങനെയാണ്. സോമേട്ടൻ സ്നേഹിക്കുമ്പോൾ സോമേട്ടൻ നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒരേ അളവിൽ സ്നേഹിക്കുന്ന ആളായിരുന്നു സോമേട്ടൻ. അപ്പോൾ അതുകൊണ്ട് അതൊരു സവിശേഷ വ്യക്തിത്വം എന്ന് തന്നെ വേണം പറയാൻ. ഈ സീൻ എടുക്കുമ്പോൾ ഞാൻ മറ്റേതോ ഒരു ഇന്റർവ്യൂവിൽ രഞ്ജേട്ടൻ പറഞ്ഞിട്ടുള്ള, അതായത് അദ്ദേഹം പിണങ്ങി കുറച്ചു നേരം മാറിയെന്നു എന്നൊക്കെ പറയുന്നു ഉണ്ടായിട്ടുള്ളതാണോ? അത് ഡബ് ചെയ്യുമ്പോഴാ ഇതേ ഡയലോഗ്, അതായത് സീനിൽ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ച ഡയലോഗുകൾ ഡബ് ചെയ്യാനായിട്ട് അന്ന് ജോയ് തിയേറ്ററിലാണ്. സതീഷ് സാറാണ് അന്നത്തെ എഞ്ചിനീയർ, അദ്ദേഹവും ജീവിച്ചിട്ടില്ല. ഇത് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ദേഷ്യം വരും. എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ പറയാം, അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ പറയാം. അതെനിക്ക് ഡബ് ചെയ്യുമ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല, അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ. എന്നാൽ നീ ഒന്ന് കാണിക്കുന്നു പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി വെളിയിൽ പോയിരിക്കും. അവിടെ ഒരു ചെറിയ ലോബി ഉണ്ട്, ഞാനും അവിടെ പോയിരിക്കും. ഞാൻ മിണ്ടത്തില്ല. കുറച്ച് കഴിയുമ്പോൾ സിഗരറ്റ് വേണോ, സോമേട്ടൻ തന്നെ അത് പാച്ചപ്പ് ചെയ്യും. അപ്പൊ ഈ പിണക്കങ്ങൾ എനിക്ക് തോന്നുന്നു അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിൽ ഉടനീളം അദ്ദേഹവുമായി അടുപ്പമുള്ള എല്ലാ ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. പിണങ്ങി ഇറങ്ങിപ്പോവും. കുറച്ച് കഴിഞ്ഞ് സോമേട്ടൻ തന്നെ ഒരു ബാടാ ചെയ്യാം. ഒരു പരിധിവരെ ഈ പിണക്കങ്ങൾ എന്ന് പറയുന്നത് വളരെ ആരോഗ്യപരമായതും നല്ല സൗഹൃദത്തിന്റെ ഒക്കെ ലക്ഷണമായിട്ടും തോന്നുന്നതാണ് ഇത്തരത്തിലുള്ള പിണക്കങ്ങൾ. അതിനുണ്ടാകുന്ന ഒരു ക്രിയേറ്റിവിറ്റി, അതിനുശേഷം ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകൾ അതിന് നമുക്ക് മലയാളികൾക്ക് തന്നിട്ടുള്ളത് ഇത്ര കാലം കഴിഞ്ഞാലും ഓർക്കുന്ന. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒരു സീനിനെ പറ്റി ഇത്ര കാര്യങ്ങൾ രഞ്ജേട്ടൻ പറയുമ്പം നമ്മളൊന്നും തിരശ്ശീലയ്ക്ക് പിന്നിൽ കണ്ടിട്ടില്ലാത്ത കുറെ മനോഹരങ്ങളായ ഓർമ്മകളാണ്. നമുക്ക് കൂടുതൽ ഓർമ്മകളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് രഞ്ജേട്ടൻ. രഞ്ജേട്ടൻ, ഞാനിപ്പോ പറഞ്ഞു എഴുതിയ 80% സിനിമകളിലും സോമേട്ടൻ ഉണ്ടെന്ന്. അതെ അതെ. സിനിമയ്ക്ക് മുമ്പ് രഞ്ജേട്ടൻ ഒരു ചീത്ത വിളിക്കും, ഇല്ലെങ്കിലും ചീത്ത വിളിക്കും. ഞാനില്ലേ ഈ സിനിമയിൽ ഇല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ വന്നത്, ഈ സിനിമയ്ക്ക് മുമ്പ് രഞ്ജേട്ടൻ ഒരു പത്രപ്രവർത്തകന്റെ കാലഘട്ടമുണ്ട്. പത്രപ്രവർത്തകൻ എന്ന് പറയുമ്പോഴും സിനിമാക്കാരുമായിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ ഒരുപാട് ഭാഗ്യം ലഭിക്കുന്ന ഒരു ജോലിയാണ്. ആ കാലഘട്ടത്തിൽ സോമേട്ടനെ കണ്ടിട്ടുണ്ടോ, വേണ്ടിയിട്ടുണ്ടോ, പരിചയപ്പെട്ടിട്ടുണ്ടോ? പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് ഞാൻ സോമേട്ടനെ പരിചയപ്പെടുന്നത്. ഏത് ലൊക്കേഷനാണെന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല. ഊട്ടിയിലാണ് ഞാൻ റിപ്പോർട്ടറായിട്ട് അവിടെ ചെല്ലുന്നു. സോമേട്ടനെ കാണുന്നു. സോമേട്ടനെ കാണുമ്പോൾ തന്നെ സ്നേഹം തുടങ്ങുമല്ലോ, സ്നേഹിച്ചു തുടങ്ങും. അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഒരേ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അന്ന് ഈ ഹോട്ടൽ ഫെസിലിറ്റീസൊക്കെ കുറവുള്ള സ്ഥലങ്ങളിൽ മിക്കവാറും ഒരേ സ്ഥലത്ത് താമസിക്കും. അപ്പോൾ ഞാൻ റൂമിൽ ചെന്ന് ഒരു 7-8 മണിയായി കാണും. അവിടെ ലൈറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഷൂട്ട് കഴിഞ്ഞു. 8 മണിയായപ്പോൾ വാതിലിൽ ഒരു മുട്ട് തുറന്നപ്പോൾ സോമേട്ടനാണ്. ബാ, ഞാൻ പറഞ്ഞില്ല, ഞാൻ വന്ന് ഒന്ന് സെറ്റ് ആവട്ടെ. അല്ല ബാ, നമുക്ക് ഓരോന്ന് കഴിക്കാം. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ള യാത്രകളിൽ കഴിക്കാറില്ല എന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞ പറ്റത്തില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സിനിമാ വൃത്തങ്ങളിൽ അത്തരം സൽക്കാരങ്ങളിൽ പങ്കെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു കാലമാണ് പത്രപ്രവർത്തകനായതുകൊണ്ട്. അതിൻ്റെ ഒരു നിഷ്ഠ, ഒരു ബലം പിടുത്തമുള്ളതുകൊണ്ട്. പക്ഷെ സോമേട്ടൻ്റെ മുന്നിൽ നമ്മൾ ആദ്യമായിട്ടത് അടിയറവ് വയ്ക്കുകയാണ്. എന്നെ പിടിച്ച് പല ഈ തണുപ്പത്ത് പിന്നെ ഒരെണ്ണം അടിക്കാതെ അങ്ങനെ ഇരിക്കുന്ന വിളിച്ചുകൊണ്ട് പോയി അവിടെ തുടങ്ങുകയാണ്. അതിനുശേഷം പല ലൊക്കേഷനുകളിൽ കാണും. അപ്പോൾ എൻ്റെ വീട് ആലപ്പുഴയാണ്, നെടുമുടിക്കാരനാണ്, ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി.
പിന്നെ ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ പറഞ്ഞിടാ MG സോമൻ വന്നിരുന്നു. ഷോ ആ അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെ, അന്ന് ഈ ഫോണൊന്നും ഇല്ലല്ലോ, എടാ നിന്റെ വീട്ടിൽ ഞാൻ പോവുകയാണ്, അല്ലെ നിന്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു എന്നൊന്നും പറയാനില്ലല്ലോ. ആലപ്പുഴയുള്ള എൻ്റെ വീട്ടിൽ പോയി. അന്ന് അച്ഛനും അമ്മയൊക്കെ വീട്ടിലുള്ള ദിവസമാണ്, ജോലിയില്ലാതെ ഒഴിവുള്ള ദിവസമാണ്. ചെന്നു, പരിചയപ്പെട്ടു. സോമേട്ടനെ അങ്ങോട്ട് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. അവർക്ക് വലിയ അത്ഭുതമായി. കാരണം ഞാൻ ഇതിലേ പോയപ്പോൾ അവൻ്റെ വീട് അല്ല, ആ സമയത്ത് സോമേട്ടനെ പോലെ സ്റ്റാർ ആലപ്പുഴ രഞ്ജിത്തിന്റെ വീട്ടിൽ വരാൻ ഞാൻ വെറും ഒരു പത്രപ്രവർത്തകൻ മാത്രമാണ്. ഷോ ആ ചെറിയ മേൽവിലാസമേ എനിക്കുള്ളൂ. അവിടെ വീട്ടിൽ പോയി എൻ്റെ അച്ഛനെ അമ്മയും കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ കയറി ഏതോ യാത്രയുടെ ഇടയ്ക്കാണ്, ആലപ്പുഴ എന്തോ ഷൂട്ടിന് വന്നാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് സോമേട്ടൻ ഈ ഒരു ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്നത്. സ്നേഹം കൊണ്ട് ആധിപത്യം. നമ്മളുടെ മേൽ സമ്പൂർണമായ ഒരു അധീശത്വം സ്ഥാപിച്ചെടുക്കും. പിന്നെ എൻ്റെ മക്കൾ അന്ന് പഠിക്കുന്നത് ചെങ്ങന്നൂരാണ്, എൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ് അവർ താമസിച്ച് പഠിക്കുന്നത്. അപ്പോൾ തിരുവല്ലയിൽ നിന്ന് ചെങ്ങന്നൂർ വലിയ ദൂരമില്ലല്ലോ. എനിക്കൊന്ന് സോമേട്ടൻ്റെ വീടിൻ്റെ അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു 10 കിലോമീറ്ററിൽ താഴെയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ നേരെ വീട്ടിൽ പോയി, സോമേട്ടൻ വെറുതെ ഇരിക്കുന്ന ദിവസം കാറെടുത്ത് വീട്ടിൽ പോയി എൻ്റെ മക്കളെ രണ്ടുപേരും കയറ്റി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചെടുത്ത് തിരിച്ചു വരും. ഇത് ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെ ഒരു സോമേട്ടൻ്റെ പരിഗണനയിലോ ഒരു കെയറിലോ വരേണ്ടുന്ന തരത്തിൽ ഏതെങ്കിലും സ്ഥാനത്തുള്ള ഒരാളല്ല. ആ. അങ്ങനെ ഒരാളുടെ ഒരു അകാരണമായ സ്നേഹം അല്ലേ? എനിക്ക് തോന്നുന്നത് അത് സോമേട്ടന് ഒരുപാട് ആളുകളോടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരുപാട് ആളുകളെ സോമേട്ടന് ചുറ്റും കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ സോമേട്ടൻ നിൽക്കുന്ന ഒരു തട്ടിന് വളരെ താഴെ ഒരുപക്ഷെ തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ സ്റ്റാർഡം കൊണ്ടൊക്കെ നിൽക്കുന്ന ഒരു അഗണ്യർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ആളുകളെ പോലും ചെന്ന് കാണുകയും അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നാൽ അവരെയൊക്കെ വിളിച്ചു വരുത്തുകയും സൽക്കരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ, ചില ആളുകൾ സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് അതൊരു വലിയ സന്തോഷമാണ്. അതാണ്, അതൊരു പ്രിവിലേജാണ്. സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു പ്രിവിലേജാണ്. ഇപ്പോൾ സോമേട്ടൻ്റെ 25ാം ചരമവാർഷികത്തിൻ്റെ അന്ന് കമലഹാസൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി ഹെലികോപ്റ്റർ ചാർട്ടർ ചെയ്ത് കേരളത്തിൽ വന്ന്, കൊച്ചിയിൽ വന്ന് ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഒരു പറ്റം അംഗരക്ഷകർക്കൊപ്പം, ഇവരുടെ മുഴുവൻ അകമ്പടിയോടുകൂടി അദ്ദേഹം ആ പരിപാടിയിൽ വന്ന് പങ്കെടുത്തിട്ട് പോയി. അത് സ്നേഹം കൊണ്ട് മാത്രം പിടിച്ചു പറ്റാൻ, അത് സ്നേഹം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ചിലപ്പോൾ കമലഹാസനെ പോലൊരു നടനെ നമ്മൾ പണം കൊടുക്കാമെന്ന് പറഞ്ഞാലോ, ഡേറ്റ് എടുക്കണം എന്ന് പറഞ്ഞാലോ. അദ്ദേഹത്തിന് സോമേട്ടന്റെ പേരിലുള്ള ആദ്യത്തെ ആ ഫൗണ്ടേഷന്റെ ആദ്യത്തെ അവാർഡ് കൊടുത്തു. ആ തുകയും കൂടെ അദ്ദേഹം ആ ഫൗണ്ടേഷൻ സംഭാവന ചെയ്തിട്ടാണ് പോയത്. ഈ പറയുന്ന ഒരു ഇവന്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനോട് മറ്റു മനുഷ്യർക്കുണ്ടാകുന്ന സ്നേഹത്തിന്റെ 25 വർഷത്തിന് ശേഷം കമലഹാസൻ അദ്ദേഹത്തെ എത്രയധികം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ കമലഹാസന് വളരെ തിരക്കുള്ള സമയമാണ്, അദ്ദേഹത്തിൻ്റെ ഏതോ ഷൂട്ട് നടക്കുന്ന സമയമാണ്. ഒരാൾ മരിച്ച് 25 വർഷത്തിന് ശേഷം അതേ തീവ്രതയോടുകൂടി ആ ആളെ സ്നേഹിക്കണമെങ്കിൽ ആ ആൾ എന്തായിരുന്നിരിക്കും. 25 വർഷങ്ങൾ കഴിഞ്ഞ് കാലം വീണ്ടും മുന്നിലേക്ക് വന്നിട്ടും ഇന്ന് നമ്മൾ ഇതുപോലെ ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാനത് മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ പരിപാടിയിൽ ഓർമ്മിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളെ കുറിച്ച് പറയാൻ നമ്മൾ ആളുകളെ അപ്രോച്ച് ചെയ്യുമല്ലോ. അപ്പൊ ആ ആളോട് ഈ വരുന്ന ആളുകൾക്ക് എന്ത് സ്നേഹമുണ്ടെന്ന് അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും. ഇതൊരു വലിയ വ്യാവസായികമായിട്ട് അല്ലെങ്കിൽ വാണിജ്യമായിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയല്ല. ഇതിനകത്ത് ഒരു ഇമോഷന്റെ ഘടകമുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പരിപാടി കൂടിയാണിത്. ഇപ്പൊ രഞ്ജേട്ടൻ ഇവിടെ വന്ന് ഇത്രയും കഥകൾ പറയുമ്പം സോമേട്ടന്റെ സമകാലീനനായ, സോമേട്ടനോടൊപ്പം ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള, സോമേട്ടനുമായിട്ട് വളരെയധികം ആത്മബന്ധവും വ്യക്തി സൗഹൃദങ്ങളും ഇതുപോലെ തന്നെയുള്ള ഒരാളോട് വളരെ സാമ്യമുള്ള, ഈ പറഞ്ഞ പോലെ സ്നേഹം കൊണ്ട് കീഴടക്കുന്ന ആള് തന്നെയാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് ഒരാള്. അങ്ങനെ ഒരാളെ കൂടെ ഞാൻ ഈ പരിപാടിയിലേക്ക് വിളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. സോമേട്ടനെ പോലെ ഒരു അനശ്വര നടനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുമ്പം അദ്ദേഹം ഒരു ആപ്റ്റ് പേഴ്സൺ ആണ് നമ്മളോട് അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഹൃദയപൂർവ്വം ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാള സിനിമയിൽ പതിറ്റാണ്ടുകളായി തന്റേതായ ഒരു ഇടം ഉറപ്പിച്ചിരിക്കുന്ന, മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട നിരവധി കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന അഭിനേതാവ്, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജനാർദ്ദനൻ ചേട്ടൻ. ചേട്ടാ നമസ്കാരം. ഇപ്പം രഞ്ജേട്ടൻ ഇങ്ങനെ സോമേട്ടന്റെ ഒരു സൗഹൃദങ്ങളെ കുറിച്ചും ഒരു വാക്ക് രഞ്ജേട്ടൻ പറഞ്ഞത് സ്നേഹാധിപത്യം എന്നുള്ളതാണ്. സ്നേഹം കൊണ്ടൊരു ആധിപത്യം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞിരുന്നു. സോമേട്ടനാണോ ജനുവേട്ടനാണോ ആദ്യം സിനിമയില്? 72 ഞാൻ കയറുന്നു.
ആദ്യത്തെ കഥ എന്ന് പറയുന്നത് KS സേതുമാധവ് സാറിന്റെ പടത്തിലാണ്. ആ. അതിനുശേഷം ഞാൻ ചായം എന്ന് പറഞ്ഞ ഇവിടെ ചെയ്തു. അത് കഴിഞ്ഞ് ഉള്ള പടം അവിടെ ഗായത്രി, അത് 74-ലാണ്. ആ. ശ്രീധരന്റെ ഇടം എന്ന് പറയുന്ന പെരുമ്പാവൂർക്കാരൻ എടുത്ത പടമാണ് ഗായത്രി. ആ. അവിടെ വെച്ച് അത് ശുചീന്ദ്രത്തിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അന്നാണ് ഞാൻ പുള്ളിയായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. ഈ കണ്ട് പരിചയപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തന്നെ ഒരു ഭയങ്കരമായ ഒരു അടുപ്പമായി. അതാണ് സോമന്റെ വ്യത്യാസം. ഒരുപാട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കുശുമ്പ് വരുന്ന തരത്തിലുള്ള സ്നേഹബന്ധം പുലർത്തിയിരുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരു പ്രാവശ്യം സോമനുമായിട്ട് സംസാരിച്ചാൽ അയാൾ ഒരു കാരണവശാലും സോമനെ മറക്കുകയോ സോമനടുത്തത് പോവുകയില്ല. നിങ്ങൾ രണ്ടുപേർക്കും ഈ ഒരു ഡിഫൻസ് ബന്ധമുണ്ടല്ലോ. ജനാർദ്ദനൻ ഡിഫൻസ് ഉണ്ടായിരുന്നില്ലേ? സോമൻ 9 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. ഞാനവിടെ പോയി 2 കൊല്ലം കഴിഞ്ഞ പാടി ഉണ്ടാക്കി തിരിച്ചു പോന്നു. നമുക്ക് എല്ലാവരുമായിട്ടും അങ്ങനെ ബന്ധം ഉണ്ടാക്കണം. എനിക്ക് വരെ ഒരുപാട് സുഹൃത്തുക്കളില്ല. പക്ഷേ ഈ സോമന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം പോലെയാണ് കഴിച്ചത്. അവൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നു, എൻ്റെ വീട്ടിൽ അവർ അത് എന്താണെന്ന് അറിയില്ല, ഒരു നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടാവും. അതാണ് ഞങ്ങൾ തമ്മിലുള്ളത്. വലിയ ഇഷ്ടമായിരുന്നു. അത് ഒരു കണക്കില്ലാത്ത രീതിയിലുള്ള ഇഷ്ടമായിരുന്നു. ഇപ്പൊ രഞ്ജേട്ടൻ പറഞ്ഞിരുന്നു ഈ സ്നേഹം ഉണ്ടായാലും ഇടയ്ക്കിടയ്ക്ക് ചില കുഞ്ഞു പിണക്കങ്ങൾ ഉണ്ടാക്കി മാറിയിക്കുക, തിരിച്ചു വരിക, പ്രതിഷേധങ്ങൾ അപ്പൊ അറിയിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ നിങ്ങൾ ഓർമ്മ? ഞാനുമായിട്ട് അങ്ങനെ പിണങ്ങിട്ടൊന്നുമില്ല. ഞാൻ ചീത്ത പറയും, അങ്ങോട്ട് ചീത്ത പറയോ? അതുകൊണ്ട് തമ്മിലെടുത്ത ആ പരിപാടികളൊക്കെ ഞങ്ങൾ വളരെ അത്ര അടുപ്പമായിരുന്നു. എന്നെ വിളിച്ചോണ്ടിരുന്നത് ജനു എന്നെ വിളിക്കും, ഞാൻ സോമു എന്നാണ് വിളിക്കുന്നത്. സോമു. എടാ സോമു, എടാ ജനു, അങ്ങനത്തെ കാര്യം മൂപ്പ് കൊണ്ട് പുള്ളിക്ക് എന്തായാലും ശകലം പുസ്തു. അല്ല എന്തായാലും ഒരു വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെ ഒരേ പ്രായക്കാരെ പോലെയാണ് ഞങ്ങളുടെ പെരുമാറിയിരുന്നത്. അല്ല, പ്രായം ഇപ്പം രഞ്ജേട്ടനുമായിട്ട് സൗഹൃദം എന്ന് പറഞ്ഞു. അതിന്റെ ഈ സൗഹൃദങ്ങൾക്ക് ഒരു പ്രായത്തിന്റെ മാനദണ്ഡം ഇല്ലാത്ത കൂട്ടായിരുന്നല്ലേ അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായിരുന്നത്? പ്രായം മാത്രമല്ല, ഈ പറഞ്ഞ ഈ ഉച്ചനീചത്വങ്ങളൊന്നുമില്ലാത്ത തരം സ്നേഹമായിരുന്നു. എല്ലാവരിലേക്കും ഒരുപോലെ സമൃദ്ധമായിട്ട് പ്രവഹിക്കുന്ന സ്നേഹം എന്ന് പറയില്ല, അതായിരുന്നു സോമേട്ടൻ. നമുക്ക് സോമേട്ടന്റെ ഓർമ്മകളെ കുറിച്ച് നമ്മോട് പറയാൻ, നിങ്ങളുടെയൊക്കെ അത്യാവശ്യം സമകാലീനായിട്ടുള്ള നിരവധി സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരുപക്ഷെ പലതരത്തിൽപ്പെട്ട കഥാപാത്രങ്ങൾ, നമ്മൾ പറഞ്ഞ പോലെ പ്രതിനായകനായും നായകനായും നായകന്റെ കൂട്ടുകാരനായും ഒക്കെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു നടനാണ്. നമുക്ക് ദേവൻ ചേട്ടൻ അദ്ദേഹത്തെ കുറിച്ച് എന്താണ് പറയുന്നതെന്നൊന്ന് കേൾക്കാം. സോമേട്ടനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്, ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ, ഫാസിൽ സാറിൻ്റെ ഒരു ഫിലിം ഊട്ടിയിലാണ് നടന്നത്, മണിമത്തൂരിലെ 1000 ശിവരാത്രികൾ. അതിൽ എൻ്റെ അച്ഛനായിട്ടാണ് സോമേട്ടൻ അഭിനയിക്കുന്നത്. ഞാനും സുഹാസിനിയുമാണ് അതിലത്തെ മക്കളായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ വലിയൊരു ഇമോഷണൽ ലിങ്ക് ഉണ്ടായിരുന്നു. ഈ അച്ഛനും മക്കളുമായിട്ടുള്ള വളരെ ഇമോഷണലായിട്ടുള്ളൊരു സ്റ്റോറിയാണത്. അപ്പോഴൊക്കെ ഞാൻ പിന്നെ സോമേട്ടനെ ഓർക്കുന്നത് ഭയങ്കരമായ ഒരു അഹങ്കാരിയായ സോമേട്ടനാണ് ഒരു നടൻ നൽകി. പക്ഷെ ആ അഹങ്കാരത്തെ നമ്മൾ അംഗീകരിക്കും. കാരണം അത് ഈ സിനിമയിൽ വന്നതിന് ശേഷമുണ്ടായ അഹങ്കാരമല്ല, അത് സിനിമയ്ക്ക് മുമ്പുള്ള, അത് ജന്മനാല് തന്നെയുള്ള ഒരു പ്രമാണിത്വത്തിൻ്റെ ഒരു അഹങ്കാരം ഉണ്ട്. അത് നമ്മളെപ്പോഴും ആ അഹങ്കാരത്തെ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്, ഞാൻ ആരാധിച്ചിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. ചിലർക്ക് അഹങ്കാരം ഒരു അലങ്കാരമാണ്. ചില ആളുകളെ സംബന്ധിച്ച് നമ്മൾ അഹങ്കാരം എന്നുള്ള വാക്കിനെ ഒരു നെഗറ്റീവായിട്ട് എടുക്കാതെ നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകളുടെ ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന, അതെ, അഹങ്കാരം എന്നുള്ള വാക്കിനേക്കാളും സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത് അവർ ഉണ്ടാക്കുന്ന ബൗണ്ടറീസ് അവരുടെ കാര്യങ്ങളിലെല്ലാം ഉണ്ട്. അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ദേവൻചേട്ടൻ പറഞ്ഞത്. ഈ ചില വൺ ലൈനേഴ്സ്, ഞാൻ തിരിച്ചു വന്നാൽ ഇപ്പം സംഭാഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരു പക്ഷേ ഏറ്റവും മാസായൊരു ഡയലോഗ് മലയാള സിനിമയിൽ ഒറ്റ വാക്കിൽ, അല്ലെങ്കിൽ ഒരു 4 വരിയെങ്കിലും ഒരു ഡയലോഗ് പറയണമല്ലോ, ഒരു വാക്കിൽ ഒരു വലിയ മാസ് ഡയലോഗ് പറഞ്ഞിട്ടുള്ള ആള് സോമേട്ടനാണ്. അതായത് ഒരിടത്ത് വന്നിറങ്ങുമ്പോൾ ഈ നാടത്ര ശരിയല്ല, ഞാനും ഒറ്റ
അതെ. ഞാനെന്ന് പറയുന്ന ഒരു ഡയലോഗില് അദ്ദേഹത്തിന്റെ ഒരു അഭിനയത്തിനെ പറ്റി രഞ്ജേട്ടന്റെ വിലയിരുത്തൽ എങ്ങനെയാണ്? കാരണം ഒരുപാട് പൂച്ചക്കൊരു മൂക്കുത്തി, അക്കരെ അക്കരെ പോലുള്ള സിനിമകളിലെ കോമഡി കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എത്രയോ സിനിമകൾ മനോഹരമായ പാട്ടുകളൊക്കെ ആയിട്ടുള്ള പ്രണയമായിട്ടുള്ള നായകനായിട്ട് ചെയ്തിട്ടുണ്ട്. കൽപ്പാന്ത കാലത്തോളം പോലെയുള്ള പാട്ട് സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം അഭിനേതാവ് എന്നുള്ള നിലയിൽ തുടക്കത്തിൽ തന്നെ വലിയ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയും സ്ഥാപിച്ചെടുക്കുകയും ചെയ്ത ആളാണ്. ഒരുപാട് സിനിമകളൊന്നും വേണ്ടി വന്നില്ല എം ജി സോമൻ എന്ന നടനെ മലയാളം അത്ഭുതാതരങ്ങളോട് നോക്കിക്കാണാൻ ഒരുപാട് കാലം വേണ്ടി വന്നില്ല. അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ അദ്ദേഹത്തിനെ ആ നിലയ്ക്ക് തന്നെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ സോമേട്ടൻ അങ്ങനെ അഭിനയത്തെ അതീവ ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു നടനായിരുന്നില്ല. അഭിനയിക്കുക, അദ്ദേഹം ഇങ്ങനെ ഒരു ഉത്സവം പോലെ അല്ലെങ്കിൽ ഒരു ആഘോഷം പോലെ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്കും സ്നേഹങ്ങളിൽ നിന്ന് സ്നേഹങ്ങളിലേക്കും സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു എന്നല്ലാതെ ഇടയ്ക്ക് എവിടെയെങ്കിലും എന്നിലെ നടനെ ഞാൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഒരുപക്ഷെ സാധാരണഗതിയിൽ മറ്റ് അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നീടോ വന്ന ആളുകൾ കണ്ടതുപോലെ അത്ര ഗൗരവത്തോടെ അദ്ദേഹം അതിനെ സമീപിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിനയിക്കുക എന്നുള്ളതിലപ്പുറം എനിക്ക് അത് അഭിനയത്തിൻ്റെ ഉദാത്ത ശൃംഗങ്ങൾ വെട്ടിപ്പിടിക്കണം എന്നൊന്നും പറയുന്ന ഒരു കണക്കുകൂട്ടലൊന്നും സോമേട്ടനില്ല. അങ്ങനെ കണക്കുകൂട്ടി എന്തെങ്കിലും ചെയ്ത ഒരാളുമായിരുന്നില്ല അദ്ദേഹം. സോമന നാടകമായിരുന്നു ഏറ്റവും ഇഷ്ടം. ആ നാടകത്തിൽ കൂടെ ആളുടെ വന്ന കാരണം അതെ അതെ വിക്രമൻ നായരുടെ ഒരു വിക്രമൻ നായർ ട്രോഫി നാടക മത്സരം, വിക്രമൻ നായർ ട്രോഫി, അതെ, തിരുവനന്തപുരത്ത് ഒരു ഹാളില്ലേ, വിജയത്തെ ഹാളിൽ വെച്ചിട്ട് നടന്ന ആ പെർഫോമൻസ് കണ്ടിട്ടാണ് ഈ മഹാദേവനെ തപ്പി നടക്കണം. മലയാറ്റൂരിന്റെ വൈഫാണ്. അതെ, പേടി ആണെന്നാണ് എന്റെ ഓർമ്മ. അതെ, അപ്പൊ പുള്ളിക്കാരത്തെ അവരുടെ എന്തിനാ ഓടി കിടക്കുന്നത്, ആ മനോഹരമായി ചെയ്തു വെച്ചൊരു പാർട്ടിയിലെത്തു. അങ്ങനെയാണ് സോമേട്ടനെ തപ്പിപ്പോകുന്നത്. ഗായത്രി എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ അദ്ദേഹം നാടകത്തിൽ നിന്ന് ശ്രദ്ധിക്കപ്പെട്ടിട്ട് സിനിമയിലേക്ക് വന്നതാണ്. ആ ഒറ്റ സിനിമയിൽ തന്നെ അദ്ദേഹം ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസ് തീരുമാനിച്ചു. പിന്നീട് തണൽ രാജീവ് നാഥ് സംവിധാനം ചെയ്ത സിനിമ, അതുപോലെ പല്ലവി, ഈ 2 സിനിമകൾക്കാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ എൻട്രി തന്നെ ഭയങ്കര ഒരു ഒരു ബാങ് ആയിരുന്നു. പക്ഷെ അവിടുന്ന് എനിക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് അവാർഡുകൾ നേടുന്ന അല്ലെങ്കിൽ അഭിനയത്തിന്റെ എല്ലാ സാധ്യതകളും അന്വേഷിക്കുന്ന ഒരു നടൻ എന്ന നിലയിലേക്കൊന്നും സ്വയം അദ്ദേഹം കണക്ക് കൂട്ടിയിരുന്നതേയില്ല. ഈ ഗായത്രിയെ പറ്റി പറഞ്ഞുകൊണ്ട് പറയണം, ഒരുപക്ഷെ ഒരു നടനെ സംബന്ധിച്ചെടുത്ത് അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ഡയലോഗും പിന്നീടൊരു പഴഞ്ചൊല്ല് പോലെ മലയാളികൾ ഉപയോഗിച്ചാണ്. ഈ ഗായത്രിയിൽ വരുമ്പോൾ സോമേട്ടനും പുതുമുഖമായിരുന്നല്ലോ എന്ന ശ്രീനിയേട്ടൻ പറഞ്ഞ ഡയലോഗ് പിന്നീട് നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ്. പക്ഷെ പിന്നീട് അതൊരു പഴഞ്ചൊല്ല് പറയുന്ന പോലെ നമ്മൾ പല സന്ദർഭങ്ങളിലും ഒരു ഫ്രേസ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു, പ്രിയൻ സാറിൻ്റെയൊക്കെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല നർമ്മമുള്ള കഥാപാത്രങ്ങളുണ്ട്. ഇപ്പം നർമ്മത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാണ്, അദ്ദേഹത്തിന്റെ ഒരു നർമ്മബോധം എങ്ങനെയായിരുന്നു ജനാർദ്ദൻ ചേട്ടാ? തമാശ പരിപാടികളൊക്കെ, തമാശ എന്ന് പറഞ്ഞാൽ അത് സിനിമയ്ക്കകത്ത് മാത്രമല്ല, ഈ സോമന്റെ കൂടെ ഇരുന്ന് നമ്മുടെ ഭയങ്കരമായിട്ട് ചിരിക്കുമായിരുന്നു. ലൈറ്റ് ഹാർട്ടഡ് ആയിരുന്നു. അതാണ് വളരെ സ്വഭാവത്തിൽ സിമ്പിൾ മാൻ. ഈ അക്കരെ അക്കരെ എന്നൊക്കെ പറയുന്ന സിനിമയില് ഒരു ഹോട്ടലിന്റെ, അമേരിക്കയിൽ ഒരു ഹോട്ടലിന്റെ റിസപ്ഷനിൽ ലുങ്കി എടുത്തു വന്ന് എന്നിട്ട് വിഗൊക്കെ കാണാതെ പോയിട്ട് പറയുന്ന സീനുകൾ, പൂച്ചക്കൊരു മൂക്കുത്തിയിലെ സീനുകൾ, ഞാൻ അതാ പറഞ്ഞത്. അദ്ദേഹം ഇപ്പം അഭിനയത്തെ പറ്റി ഇപ്പോഴാണ് നടന്മാർ ആ ലെവലിലുള്ള ഒരു അഭിനയത്തിന്റെ പല സാധ്യതകളെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അല്ലേ? ഇമേജ് കോൺഷ്യസ് അല്ലായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? കാരണം അവളുടെ രാവുകൾ, ഇതാ ഇവിടെ വരെ എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ ചട്ടക്കാരി അല്ലേ? ഇപ്പൊ നമ്മൾ ഏറ്റവും പുതിയ കാല സിനിമകളിൽ കാണുന്ന ഒരു പരിഷ്കാരി അല്ലെങ്കിൽ സിനിമകളിൽ അയ്യോ ഇത് ഞാൻ ചെയ്താൽ എന്താവും എന്നൊക്കെ ഉള്ള ചിന്തകളൊന്നും പല കഥാപാത്രത്തിനും അദ്ദേഹത്തിന് ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട്. ഇമേജ് കോൺഷ്യസ് അല്ലായിരുന്നു, ഒട്ടുമല്ല. ആ സമയത്ത് ഇപ്പൊ ഒരു 2 ദിവസം ഷൂട്ടിംഗ് ഇല്ല, നിങ്ങളൊരു ഊട്ടിയിലോ കൊടൈക്കനാലോ ഒക്കെ ലൊക്കേഷനിലെത്തി, അവിടുത്തെ കാലാവസ്ഥ കൊണ്ടോ സാങ്കേതികമായ ഒരു കാരണം കൊണ്ടോ ഒക്കെ ഒരു 2 ദിവസം ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ അന്ന് ഒരു 70s 75 80 സമയത്തൊക്കെ എന്തായിരിക്കും നിങ്ങളുടെ പരിപാടി? പറയാ കൊള്ളില്ല. സതിരുകളാണ്. സതിര് തുടങ്ങി അടിച്ച് പൊളിക്കാന്നൊക്കെ പറയുന്നത്. അടിച്ച് പൊളിക്കാൽ ഭയങ്കര ഒരു ഉത്സവമായിരിക്കും. അത് ഞാനൊരു മനസ്സിൽ ഇങ്ങനെ ഒരു വിഷയം കാണുന്നുണ്ട്. 70s എവിടെ ജനാർദ്ദൻ ചേട്ടൻ സോമേട്ടനൊക്കെ ഊട്ടി പ്രദേശങ്ങളിലൊക്കെ അടിപൊളി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. അതല്ലേ, നമ്മൾ അവിടെ നിന്നൊക്കെ പോവും, റൂമൊക്കെ വിട്ട് പോയി വേറെ ഒരിടത്തായിരിക്കും.
അങ്ങനെ കറക്കത്തിരിച്ച് കാരണം പറയാൻ മടിക്കുന്നൊരു കാര്യം ഇപ്പൊ പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ജനാർദ്ദനെ കൊണ്ടേ പറഞ്ഞത്. ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഇന്റർനെറ്റിൽ വളരെ ജനകീയമായൊരു വീഡിയോ അത് ജനാർദ്ദനെ കുറിച്ച്. അപ്പൊ ജനാർദ്ദനോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് അധികം ടെൻഷനൊന്നും അടിക്കാറൊന്നും വയ്യ, ഒരു സ്മോൾ അടിച്ച് അടിക്കുമ്പോ അഭിനയിച്ചോണ്ടിരിക്കുമ്പോ മരിക്കും എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അതല്ല അഭിനയമല്ല, അടിച്ചോണ്ടിരിക്കുമ്പോ മരിക്കണം. അതാണ് എനിക്ക് വേറെ ഒന്നും ടെൻഷൻ ഒന്നുമില്ല. അത് ഒരെണ്ണം അടിച്ചു, അത് അടിച്ചോണ്ടിരിക്കുമ്പോ ടക്ക് എന്ന് പറഞ്ഞ് പോവാ, അല്ലാതെ വേറെ കാര്യങ്ങളിലേക്കൊന്നുമില്ല അല്ലേ. ജനാർദ്ദൻ ചേട്ടന് ആ സമയത്ത് അല്ല നിങ്ങളുടെ അടിച്ചുപൊളി എന്ന് പറഞ്ഞാൽ അത് പറയാനും പറ്റുന്ന കാര്യങ്ങളും അല്ല എന്ന് പറയാൻ വൃത്തികെട്ട സംഭവങ്ങളൊന്നുമല്ല ഉദ്ദേശിച്ചത് തന്നെയാണ്. നല്ല കോസ്റ്റ്ലി മദ്യം വാങ്ങിക്കുക, സന്തോഷത്തോടുകൂടി ഇത് കഴിക്കുക. ഒരുപാട് പേര് ഒരുപാട് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങളുടെ ഞാൻ പറഞ്ഞ ഉത്സവമാകും. പക്ഷേ ഇന്ന് വരെ അതൊരു ദുർനടപ്പിലേക്ക് പോയിട്ടില്ല യാതൊരു കാരണവശാലും. അല്ല ഞാൻ അതുകൊണ്ടാണല്ലോ ഞാൻ എടുത്ത അവധി സമയങ്ങളിൽ ഒഴിവു സമയങ്ങളിൽ നിന്ന് ചോദിച്ചത്. അപ്പൊ രഞ്ജേട്ട, ജനാർദ്ദൻ ചേട്ട, സോമേട്ടനുമായിട്ട് ആത്മബന്ധമുള്ള ഒരാളെ കൂടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു 3 പതിറ്റാണ്ടിലധികമായി മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ പ്രതിനായകനായും ക്യാരക്ടർ റോളുകൾ ചെയ്തുമെല്ലാം നമ്മളോടൊപ്പം നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു നടൻ ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സാദിഖ് ഖാൻ. സാദിഖ, നമസ്കാരം, സ്വാഗതം, ഇരിക്കും. താങ്ക് യു. സാദിഖയോടൊരു ചോദ്യം. ഞാനിപ്പോ 3 പതിറ്റാണ്ടിലധികമായി എന്നാണ് ആമുഖത്തിൽ പറഞ്ഞത്, അതിൽ കൂടുതലായി എന്നാണ് എന്റെ വിശ്വാസം. 3 പതിറ്റാണ്ട് കഴിഞ്ഞു. 1.5 പതിറ്റാണ്ട്. ഈ ഇടയ്ക്ക് തൃശ്ശൂർ ഒരു വലിയ സ്വീകരണോ എത്രയോ വാർഷികാഘോഷം ഉണ്ടായിരുന്നല്ലോ. 25-ാം വർഷത്തിന്റെ ആഘോഷമായിരുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത് അല്ലേ. 25 വർഷങ്ങൾ സിനിമയിൽ എത്രയോ കഥാപാത്രങ്ങൾ. സോമേട്ടനുമായിട്ട് ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. ഏറ്റവും പെട്ടെന്ന് ഓർമ്മ ചന്ദ്രലേഖ ഉൾപ്പെടെയുള്ള കോമഡി സിനിമകളിലുണ്ട്, ലേലം പോലുള്ള, വർണ്ണപ്പകിട്ട് പോലുള്ള ഒരുപാട് സിനിമകളിലുണ്ട്, രജപുത്രൻ, അങ്ങനെ കുറെ സിനിമകളുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം ഞാൻ സത്യത്തിൽ സോമേട്ടന് നേരത്തെ ഒരു പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരുമിച്ച് സീൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ പടം റിലീസായില്ല. സോമേട്ടനെ ശരിക്കും അടുത്ത് പരിചയപ്പെടുന്നതും കാണുന്നതും ജെ.സി. സാർ ഡയറക്ട് ചെയ്ത മോഹപക്ഷികൾ എന്ന സീരിയലാണ്. വളരെ ജനകീയമായിട്ടുള്ള പരമ്പര. അപ്പൊ എനിക്ക് ജെ.സി. സാറ് ഡയറക്ട് ചെയ്യുന്ന ഒരു സീരിയലുണ്ട്, അപ്പൊ അതിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഓക്കെ എന്ന് പറഞ്ഞു. ലൊക്കേഷൻ 93-94 ആ സമയങ്ങളിലാണ്. അപ്പം ആ സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ അച്ഛൻ, അതായത് സോമേട്ടൻ്റെ മകനായിട്ട് ഞാൻ അഭിനയിക്കുന്നത്. എൻ്റെ ഭാര്യ ശാന്തികൃഷ്ണയാണ്, സുഹൃത്ത് സായികുമാറാണ്. വൻ പുലികളുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോഴാണ് എനിക്കറിയുന്നത്, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ സോമേട്ടനായുള്ള സീക്വൻസ് ആയിട്ടില്ല. അപ്പോൾ എൻ്റെ സിസ്റ്ററുടെ മാരേജ് കഴിഞ്ഞ് ഞാൻ അന്നത്തെ ദിവസം അവിടെ തൃശ്ശൂർ അവിടെ കുറച്ച് ലേറ്റായി എല്ലാ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ സോമേട്ടനായുള്ള സീൻ വെച്ചിരിക്കുകയാണ്. എനിക്ക് ടൈമിനെത്താൻ പറ്റിയില്ല. ഫസ്റ്റ് ദിവസം തന്നെ സോമേട്ടനായുള്ള സീൻ എടുക്കാൻ പോകുന്ന ഫസ്റ്റ്ഡേ. അപ്പൊ ഞാൻ കാണാം, അപ്പൊ എന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പിന്നെ വെപ്രാളപ്പെട്ട് അവിടുന്ന് നേരെ വണ്ടി എടുത്ത് നേരെ ലൊക്കേഷൻ എത്തിയപ്പം ജയസാർ പറഞ്ഞു സോമു ഭയങ്കര ചൂടിലാണ്, എന്നെ കാണാണ്ടായപ്പോൾ പുള്ളി ഇറങ്ങിപ്പോയി, എന്താണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനാകെ ടെൻഷൻ അടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോഴത്തേനും വന്നാൽ ഒരു കാര്യം സാധിക്കും മേക്കപ്പ് ചെയ്തോ, പുള്ളി വരും എന്നൊക്കെ പറഞ്ഞ് കുറേ കഴിഞ്ഞപ്പം ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ സൈഡിലൂടെ പുള്ളി പാസ് ചെയ്യുന്നു. പുള്ളി പറയും ചിലവന്മാർക്കൊരു ധാരണയുണ്ട്, ഈ ഞങ്ങളൊക്കെ പോലുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യട്ടെ എന്ന്. അറിയാത്ത കാര്യം. അപ്പം ഞാൻ ചെന്ന് കുറേ സോറി പറഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞ് കുറേ മൂളി വേറെ ഒന്നും പറഞ്ഞൊന്നുമില്ല. പുള്ളി ഭയങ്കര ചൂടില് സീൻ കൊണ്ടു തന്നപ്പോഴാണ് ഞാൻ ഒന്നും കൂടെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം ഫുൾ പെർഫോം ചെയ്യേണ്ടതും അതുപോലെ ഇമോഷൻ സീനും സോമേട്ടനെ കെട്ടിപ്പിടിച്ച് ഒരു കൺഫസിങ് നടത്തുന്ന സംഭവമാണ് സോമേട്ടനായിട്ട്. ഞാനത് എൻ്റെ അമ്മോ, ഞാൻ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് സംഭവം ചെയ്തു. സീൻ ഗംഭീരമായി, ജയസാർ നന്നായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്വാമിയുടെ കൊള്ളാടാ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോവുകയും ചെയ്തു. അന്ന് ആ സീൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ സോമേട്ടനായിട്ട് ഭയങ്കര ബന്ധമാണ്. എവിടെ ഒരു ലൊക്കേഷൻ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ വന്നില്ലേ എന്നോട് വരാൻ പറ. പിന്നെ സോമേട്ടൻ്റെ കൂടെ നമ്മളിങ്ങനെ നിൽക്കണം. ഒന്നിനല്ല, പുള്ളിക്ക് അങ്ങനെ ഒരു ഇഷ്ടമാണത്. ഇപ്പോൾ നമ്മൾ ചന്ദ്രലേഖ ഷൂട്ടിംഗ് സമയത്ത് മദ്രാസിൽ
പുള്ളി സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോ ആയിരിക്കും, ഞാൻ 8th or 9th വിളിക്കും, ഇന്റർകോമിൽ വിളിക്കും, എടാ ഇങ്ങ് വന്നേ, ഞാൻ എന്ത് സോമേട്ടാ നീ വാ എന്ന് പറയും. ചെന്ന് കഴിഞ്ഞാൽ റൂമിൽ ചെന്ന് ആ ഡ്രോ തുറന്ന് കുപ്പി നിർത്തി ആ ഗ്ലാസ് നിർത്തി വെച്ച് ഇതിനെ വിളിപ്പിച്ചത്. ഇവിടെ ഇരിക്കുന്ന അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി 9ാം നിലയിൽ നാളെ വിളിച്ചു വരുന്നത്. നീ അവിടെ ഇരി എന്ന് പറഞ്ഞ് പുള്ളിക്ക് എന്താ വെച്ചാൽ എപ്പോഴും ആരെങ്കിലും വേണം. അത് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ വേണം എന്നുള്ള വളരെ നിർബന്ധം. അതുപോലെ അത്രയും ആത്മബന്ധമായിരുന്നു. എന്തായാലും ചേട്ടാ രാത്രിയില് മദ്രാസില് ഷൂട്ടിനോ ഡബിനോ ഒക്കെ വന്നു കഴിഞ്ഞാല് നമ്മളവിടെ ഉണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ വിളിക്കും. അന്ന് സോമേട്ടൻ ഒന്നിൽ രഞ്ജിത്തിൽ അല്ലെങ്കിൽ താജ് കോണിമിറയിലാണ് ഒരു സ്ഥിരം, അല്ലെങ്കിൽ വുഡ്ലാൻഡ്സിലാണ് കുഴപ്പമില്ല. എല്ലാ മുറികളിലും ആരെങ്കിലും, അതൊരു സ്റ്റുഡിയോ പോലെയാണ്. മലയാള സിനിമയിലെ ആരെങ്കിലും ഒരു സമ്മേളനം കൂടാനുള്ള ആളുകൾ എപ്പോഴും ആ ഹോട്ടലിൽ അവിടെയും പാം ഗ്രൂവിൽ ഉണ്ടാവും. രഞ്ജിത്തിൽ അങ്ങനെ അധികമില്ല. കോണിമേറയിലാണ് കിടക്കുന്നതെങ്കിൽ തന്നെത്താൻ കിടക്കാൻ പേടിയാ. രാത്രിയാകുമ്പോൾ വിളിക്കും, എടാ വണ്ടി വല്ലതും ഉണ്ടോ? ഇല്ല, എന്നാൽ നീ ഒരു ഓട്ടോ പിടിച്ചു വാ, നമ്മളവിടെ പോയി രാത്രി കിടക്കണം, രാവിലെ എഴുന്നേറ്റ് പോകണം. രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റത്തില്ല. സോമേട്ടനല്ലേ? ഒന്നുകിൽ എന്നെ വിളിക്കും, അല്ലെങ്കിൽ ജയരാജിനെ വിളിക്കും, അല്ലെങ്കിൽ രഞ്ജിത്തിനെ വിളിക്കും, ആരെങ്കിലും വിളിക്കും. ഞങ്ങളുടെ ആ ജനറേഷനിലുള്ള ആരെങ്കിലും ഒരാളെ ഒരു തുണ വേണം രാത്രിയിൽ. അല്ല, ഞാൻ എന്നോട് ഈ മുകേഷ് ചേട്ടൻ പറഞ്ഞ് കേട്ട ഉറപ്പല്ല, അദ്ദേഹം ഈ അന്നത്തെ ട്രെയിൻ യാത്ര ഉണ്ടല്ലോ ജനാചേട്ടൻ, നിങ്ങളെല്ലാവരും ഈ മദ്രാസിന് പോക്കും വരവെന്ന് പറയുന്നത് ഈ ആ ട്രെയിനിന്റെ ഒരു വലിയ, അത് ഭയങ്കര യാത്ര കേട്ടോ അത്. അപ്പൊ സോമേട്ടന് അന്ന് ഈ ട്രെയിനിൽ അദ്ദേഹത്തിന് കാല് വെക്കാനും നീർന്നിരിക്കാനും കാര്യത്തിനൊക്കെ ഉള്ള ഒരു ഫർണിച്ചർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തുന്ന സമയത്ത് ഒരു മരം പണിയുന്ന ആളെ ആശാരിയെ കൊണ്ടുവന്നിട്ട് ട്രെയിനിന്റെ സീറ്റിന്റെ അളവും കാര്യങ്ങളും അതും ഇതൊക്കെ കൃത്യമായിട്ട് എടുപ്പിച്ചിട്ട് വിജാവിരിയൊക്കെ വെച്ചിട്ട് ഇത് ട്രെയിനിൽ കയറ്റി വെച്ചാൽ ആ ട്രെയിനിന്റെ കറക്റ്റ് സെറ്റപ്പിലൊരു ഫർണിച്ചർ, ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനിന്റെ അളവിന് പുറത്ത് പണിതൊരു ഫർണിച്ചർ ഉണ്ടാക്കി ട്രെയിനിൽ കയറ്റിയിട്ടുള്ള ആളാണ് എന്ന്. അതൊക്കെ എന്തൊരു കഥകളാ. നമുക്ക് ഈ സമയത്ത് ഒന്ന് വീഡിയോ വാള് നിരവധി സിനിമകളിൽ അദ്ദേഹത്തിന് നല്ല വേഷങ്ങൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരാൾ ചലച്ചിത്ര പ്രവർത്തകനാണ്. നിരവധി നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ്. ഉള്ളടക്കവും നിർണയവും പോലുള്ള സിനിമകൾ നമുക്ക് എഴുതി തന്നിട്ടുള്ള ഒരാളാണ്. നമുക്ക് സോമേട്ടനെ കുറിച്ച് പ്രിയപ്പെട്ട എഴുത്തുകാരൻ ചെറിയാൻ കൽപ്പകവാടി എന്ത് പറയുന്നു കേൾക്കാം. സോമേട്ടനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഇവിടെ കൽപ്പകവാടിയിൽ ഇങ്ങനെ അവധിക്ക് വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാർ വന്നിരിക്കുന്നു. രാവിലെ ആഹാരം കഴിക്കാനായിട്ട് അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. എന്നെ പരിചയപ്പെട്ടു. എന്താ നിന്റെ പേരെന്ന് ചോദിച്ചു. ചെറിയാച്ചൻ എന്ന് പറഞ്ഞു. അപ്പം ഇതാ ഇവിടെ വരെയുടെ ഷൂട്ടിങ്ങിന് ഉദയയിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പം മിക്കവാറും തിരുവല്ലയിൽ നിന്നാണ് അദ്ദേഹം ഡെയിലി വന്നു പോകുന്നത്. അപ്പോൾ ഏതാണ്ട് എല്ലാ ദിവസവും രാവിലെ വരാൻ തുടങ്ങി. വന്ന ഉടനെ ചെറിയാച്ചനെ വിളിക്കുക എന്ന് പറയാം. എനിക്ക് വന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുക, സിനിമ ഗായത്രിയെല്ലാം കണ്ട് നമ്മളിങ്ങനെ ത്രില്ലടിച്ചിരിക്കുന്ന സമയമാണ്. അപ്പം തന്നെ എടാന്ന് വിളിയായി, ചെറിയാച്ചെന്ന് വിളിയായി. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് എന്നോട് ഇത്ര. ഞാൻ ഒരു 10 വയസ്സിന് ഇളയതാണ്, 10-12 വയസ്സിന് ഇളയതാണ്. അപ്പോൾ ഒരു എന്നോട് ചോദിച്ചു, നീ ഇതാ ഇവിടെ ഷൂട്ടിംഗ് നിനക്ക് ഷൂട്ടിംഗ് കാണണമെന്ന് ചോദിച്ചു. കാണണമെന്ന് ഞാൻ ചാടി വണ്ടി കയറുന്നു. അന്ന് രാവിലെ പോയിട്ട് രാത്രി എന്നെ കൊണ്ടാക്കുന്നത്. സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ പോലെ, ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ തുടങ്ങിയ ബന്ധം പിന്നെ മരിക്കുന്ന വരെയാണ്. ഞാൻ ലാസ്റ്റ് അവസാനം മരിക്കാൻ നേരത്ത് ഞാനും അദ്ദേഹത്തിന്റെ മരുമകനും കൂടാണ് കണ്ണടയ്ക്കുന്നത്, അദ്ദേഹത്തിന് കണ്ണടച്ച് വെക്കുന്നത്. ഈ സത്യൻ നസീർ സർ ആ കാലഘട്ടം കഴിഞ്ഞ് മമ്മൂക്ക ലാലേട്ടൻ കാലഘട്ടത്തിന്റെ ഇടയിലുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ കുറെ ഹീറോസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് രവികുമാർ, സുധീർ, ജോസ്, വിൻസെന്റ്, രാഘവൻ. അവിടുത്തെ ആ ബാച്ചിലെ ഒരു സ്റ്റാർ സെറ്റിൽപ്പെട്ട ഈ സോമേട്ടൻ, സുകുമാരൻ സാറ്, ജയൻ സാർ, ഇങ്ങനെ ഒരു സംഘം കോളിളക്കത്തിലൊക്കെ രതീഷ് അതൊന്നും കഴിഞ്ഞിട്ടല്ലേ? രതീഷ് അത് കഴിഞ്ഞിട്ട്. അപ്പൊ ഹീറോ ആണ്. എത്രയോ സിനിമകളില് ഹീറോ ആണ്. ഈ ഹീറോ ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ പിന്നെ ഹീറോയേ ആകുള്ളൂ, ഞാൻ അല്ലാത്ത വേഷങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്ന ഒരുപാട് അഭിനേതാക്കളുണ്ട്. പക്ഷെ സോമേട്ടൻ ഹീറോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് അല്ലാത്ത വേഷങ്ങൾ ചെയ്തിട്ടില്ലേ? സഹവേഷങ്ങൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ രഞ്ജേട്ടൻ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു അതിലൊക്കെ അവർ വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടെങ്കിൽ അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടാണ്. വേറൊരാൾ വരുന്നു, അയാൾ പെട്ടെന്ന് നായകനാവുന്നു. ജയനെ പോലെ ഒരാൾ, ഇപ്പൊ ജയൻ ഇതാ ഇവിടെ വരെയിൽ ആ വള്ളം ഊന്നുന്ന ആളാണ്. പിന്നീട് ജയൻ നായകനാകുമ്പോൾ അതിന്റെ ഒരു പ്രതിനായകനായിട്ട് അഭിനയിക്കാനൊന്നും സോമേട്ടനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അച്ഛനായിട്ടോ ചേട്ടനായിട്ടോ പ്രതിനായകനായിട്ടോ ഒക്കെ അഭിനയിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഈറ്റ എന്നുള്ള സിനിമയില് സോമേട്ടൻ
വില്ലനായിട്ടില്ല അഭിനയിച്ചു. വില്ലനാണ്. അല്ല, ഞാൻ കേട്ടൊരു കാര്യമാണ്, എനിക്ക് കൺഫർമേഷൻ ഇല്ല. ഈ അങ്ങാടി എന്ന് പറയുന്ന സിനിമയിൽ ആദ്യം സോമൻ സാറിനെയാണോ പ്ലാൻ ചെയ്തിരുന്നത്? ഞാൻ കേട്ടിട്ടുണ്ട്. ഏ? ശശിയേട്ടനായിട്ട് എന്തോ ഒരു ശശിയേട്ടനായിട്ട് എന്തോ ചെറിയ പിണക്കായിട്ട്. wrestling അതിന് മുമ്പ്. ആ, സാധാരണ ഐ വി ശശി, സോമേട്ടൻ ആ ടീമാണ് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പം ജയൻ എന്നുള്ള സംഭവം ജയൻ പുള്ളി അങ്ങനെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, പുള്ളിയുടെ അസോസിയേറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് സോമേട്ടനും ശശിയേട്ടനും തമ്മിൽ ഇതൊരു സൗന്ദര്യ പിണക്കം, വീണ്ടും പിണക്കം. അങ്ങനെയാണ് ജയൻ അതാണ് ഹീറോ ആവുന്ന, പുള്ളി സ്റ്റാർ ആവുന്ന സിനിമ തിരഞ്ഞെടുക്കുന്നതാണ് ഞാൻ. ട്രോളി പുള്ളേഴ്സും അത് ഡയലോഗ് എല്ലാം ഉള്ള ഡയലോഗുകളാണ്. പിന്നീട് ഒരു ടെംപ്ലേറ്റ് ആയ രജയുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ആ സിനിമയ്ക്ക് ശേഷം വന്ന എല്ലാ പോലീസ് ഹീറോ കഥാപാത്രങ്ങളായ സിനിമകളിലും സിസ്റ്റത്തിനെതിരെ പോരാടുന്ന പോലീസുകാർ എവിടേക്ക് വന്നോ അവർക്കൊരു മെന്റർ, അയാളെ നിയന്ത്രിക്കാനും അയാൾ ഒരാൾ പറഞ്ഞാലേ അനുസരിക്കുള്ളൂ എന്നൊക്കെ പറയുന്നത്, അതൊരു പക്ഷെ ആദ്യം വന്നത് IG ബാലേന്ദ്രൻ, കമ്മീഷണറിലെ അതെ അതെ IG ബാലേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ഓൺ ദ റോക്സ് ആണ്. അതിലുണ്ട് ഓൺ ദ റോക്സ് വിട്ട് കളി. അപ്പോ ആ കഥാപാത്രത്തിലേക്ക് സോമേട്ടൻ എത്തിയത് എങ്ങനെയായിരുന്നു? അത് പിന്നെ ഞാൻ ഈ എല്ലാ സിനിമയിലും തലസ്ഥാനത്തിലുണ്ട്. ആ തലസ്ഥാനത്തിനോടുകൂടി നമ്മള് പിന്നെ സോമേട്ടന്റെ അടിമയായി മാറുകയാണല്ലോ. ആ അപ്പൊ സോമേട്ടൻ ഈ പറഞ്ഞ പോലെയാ, അത് നമ്മള് ഫോമലായിട്ട് സോമേട്ടനോട് വിളിച്ച് ഡേറ്റ് ചോദിക്കുകയോ ഒന്നും, ഇവൻ ജനാർദ്ദനും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളങ്ങനെ ചേട്ടാ ഉണ്ട് കേട്ടോ ആ എന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ അതിന്റെ ഒരു ഫോർമാലിറ്റികൾ ഒന്നും തന്നെ അല്ലാതെ വേറെ ആൾക്കാരില്ലല്ലോ. അങ്ങനെ എനിക്ക് ജനാർദ്ദനെ കുറിച്ച് പറയുമ്പോ അത് പറഞ്ഞില്ലെങ്കിൽ, ജനാർദ്ദൻ ഇരിക്കുന്നതുകൊണ്ട് ഞാനത് പറയുന്നത്, ഇതൊരു ഇതിൻ്റെ അകത്തൊക്കെ ഒരു കാലവും ഒരു ചരിത്രവും ഒക്കെ ഏതൊക്കെയോ അർത്ഥത്തിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. പറയാം, തലസ്ഥാനത്തിന്റെ പൂജയ്ക്ക് ദീപം കൊളുത്തുന്നത് ജനാർദ്ദനാണ്. അപ്പൊ അറിയാമല്ലോ, തലസ്ഥാനമാണ് എന്റെയും ഷാജിയുടെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ ഒരു ആദ്യത്തെ പിന്നീടുണ്ടായ വിജയങ്ങളുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ജനാർദ്ദനാണ്. ആ സിനിമയുടെ വിളക്ക് കൊളുത്തുന്നു. അതിന്റെ ജനാർദ്ദൻ ഇങ്ങനെ തലയിലൊക്കെ കൈവച്ച് ഭയങ്കരമായിട്ട് നമ്മളെ ബ്ലെസ് ചെയ്തു. ഞാൻ പടം ഡയറക്ട് ചെയ്യുമ്പോ എന്നോട് പറഞ്ഞു ജനാർദ്ദനെ വെച്ച് മണിയമ്പിള്ള രാജേട്ടൻ ജനാർദ്ദനെ വെച്ച് ഫസ്റ്റ് ഷോട്ട് എടുക്കണം കേട്ടോ. അത് 2020 എന്ന് പറയുന്ന സിനിമ, 2020 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇപ്പൊ ഇട്ട് കണ്ടോ? ആ സിനിമയുടെ ഫസ്റ്റ് ഷോട്ട്, ഫസ്റ്റ് ഡയലോഗ് ജനാർദ്ദൻ ചേട്ടൻ മൈക്കിൽ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സിനിമ തുടങ്ങുന്നത് അല്ലേ? ഈ ഓരോ സിനിമകളിലും ഇവരൊക്കെ ഉൾപ്പെടുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാ സിനിമകളിലും അത്തരം സ്നേഹബന്ധങ്ങൾ കാസ്റ്റിങ്ങിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, അത് സാധിക്കുന്നൊക്കെ അറിയാം. അപ്പോൾ സോമേട്ടൻ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഈ ഒരു വേഷം മാത്രമാണ്, ലേലത്തിലെ ഒരു വേഷം മാത്രമാണ് തെറി പറഞ്ഞിട്ട് ചോദിച്ചു വാങ്ങിച്ച വേഷം. ഞാൻ ചോദിക്കാൻ വരും രഞ്ജേട്ടൻ്റെ അടുത്ത്. കാരണം സോമേട്ടൻ ഒരു തവണ രഞ്ജേട്ടനോട് ഞങ്ങൾ പറഞ്ഞു കേട്ടാ, രഞ്ജേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അത് ചോദിച്ചു, എടാ മരിക്കുന്നതിന് മുമ്പേ എനിക്ക് നല്ലൊരു വേഷം നീ തരുമോ? അങ്ങനെയാണോ ചോദിച്ചത്? അങ്ങനെയാണോ പറഞ്ഞത്? അത് കിങ്ങില് സോമേട്ടന് 2 സീനാണ് ഉണ്ടായിരുന്നത്. അലക്സാണ്ടർ ഒറ്റ സീൻ കൊണ്ട് തന്നെ അലക്സാണ്ടർ ഒരു സാമ്രാജ്യമായിട്ട് അവിടെ നിൽക്കുകയുണ്ട്. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത് എഗെയിൻ സോമേട്ടനും മമ്മൂക്കയുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. ആ സിനിമയുടെ ലെങ്ത്, സിനിമ എന്നാണ്ട് 3.5 മണിക്കൂർ ഉണ്ട് ഫൈനൽ എഡിറ്റ് വന്നപ്പോൾ. പിന്നെ അതിൽ നിന്ന് ആ ഒരു ടെമ്പോയെ ബാധിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിങ്കുകളെ ബാധിക്കാത്ത തരത്തിൽ നീക്കാവുന്ന ഒരു സീൻ സോമേട്ടൻ്റെ സീനാണ്. സോമേട്ടൻ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. സോമേട്ടനും മമ്മൂക്കയും തമ്മിലുള്ള ഒരു കൺഫ്രണ്ടേഷനാണത്. അതായത് അലക്സാണ്ടർ എന്ന അതികായൻ എന്നാണല്ലോ അതിൽ പറയുന്നത്. ആ അതികായന്റെ മുന്നിൽ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ചെറുതായി വിനീതനായി വിഭ്രാന്തികൾക്ക് നിരുപാധികം മാപ്പ്. നമുക്ക് ഒരു 5 മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഗണേശേട്ടൻ ദ റെസ്റ്റ് ഐ തിങ്ക് ഐ നോ എന്ന് പറഞ്ഞ് ബാക്കി പറയുന്നുണ്ട്. അതെ, മ്യൂട്ടിനസ് ഹലൂസിനേഷൻസ് ഓഫ് അഡോളസെന്റ് അബ്സോൾട്ട് പറയുന്ന സാധനം. അപ്പോൾ ഈ അഡോളസെന്റ് ആയിട്ട് വീണ്ടും സോമേട്ടന്റെ മുന്നിൽ മമ്മൂക്ക നിൽക്കുന്ന തരത്തിലുള്ള ഒരു സീനാണ്. അച്ഛനും മകനുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു, നമുക്ക് ബ്യൂട്ടിഫുൾ എന്ന് തോന്നിയ ഒരു സന്ദർഭമാണ്. അത് മുറിച്ചു മാറ്റിക്കളഞ്ഞു. സിനിമയിൽ വരുമ്പോൾ അതില്ല. അപ്പം അതെടുക്കാൻ വേണ്ടി കോഴിക്കോട് വന്ന് പിന്നെ അവിടെ നിന്ന് കണ്ട് ഊട്ടിക്ക് പോയിട്ടായിരുന്നു സോമേട്ടൻ. അത് കഴിഞ്ഞപ്പോൾ എന്നെ പച്ച ചീത്ത വിളിച്ചു. എന്ന് പറഞ്ഞു, എടാ മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല വേഷം എഴുത്തടാ. അതാണ് ആനക്കാട്ടിൽ.
സോമേട്ടൻ അങ്ങനെ വേഷം അല്ല, പക്ഷെ അത് ചോദിച്ചതാണെന്നല്ല. ഞാനൊരു കാര്യം ആലോചിക്കണം. മരിക്കുന്നതിന് മുമ്പ് നല്ലൊരു വേഷം എന്താന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അതിൽ ആ സിനിമയില് കടയാടി രാഘവന്റെ കഥാപാത്രം പറയുന്നുണ്ട്, NF വർഗീസ് അഭിനയിച്ച 2 മൂക്കിലും പഞ്ഞി വെച്ച് കിടത്തു എന്ന് പറയും. സോമേട്ടൻ മരിച്ചെടുത്ത് NF വർഗീസ് നിന്ന് ഇറങ്ങിയപ്പോൾ ആളുകൾ ചീത്ത വിളിച്ചു, നീയല്ലടാ 2 മൂക്കിലും പഞ്ഞി വെച്ച് കിടത്തു എന്ന് പറഞ്ഞു. NF തിരിച്ചു വന്നിട്ട് ഭയങ്കര പരിഭ്രാന്തനായിട്ട് എന്നെ വിളിച്ചു, ഞാൻ ഇങ്ങനെ അവിടെ പോയി എന്നെ ആളുകൾ ചീത്തയൊക്കെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് എന്ത് നിമിത്തമാണെന്നറിയില്ല. അത് നമ്മൾ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ എന്നും അറിയില്ല. സോമേട്ടൻ ചോദിച്ചത് അങ്ങനെയാണ്. അത് സോമേട്ടൻ ഒരു വേഷം ചോദിച്ചു വാങ്ങിയതല്ല, ഈ പറഞ്ഞ പോലെ സ്നേഹം കൊണ്ടുള്ള അധീശത്വം സ്ഥാപിച്ചതാ. ഇതിന്റെ പകരം അടുത്ത സിനിമയിൽ നീ എനിക്ക് വേണ്ടി ഒരു വേഷം എഴുതിയിരിക്കണമെന്നുള്ള താക്കീതായിരുന്നു അത്. ഇപ്പം ചെറിയാൻ കൽപ്പവാടി പറഞ്ഞില്ലേ, പുള്ളി പറഞ്ഞെന്തറിയാം, പരിചയപ്പെട്ടതിന് ശേഷം മരണം വരെ ആ ബന്ധം നിലനിർത്തി എന്നുള്ളതാണ് പറഞ്ഞത്. സോമേട്ടനായിട്ട് പരിചയപ്പെട്ട എല്ലാവരും അത് ഇപ്പൊ പറയായിരുന്നു. ജനാചാരം നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ മരണം പരിചയപ്പെട്ട മരണം വരെ എന്നുള്ള സംഭവം. അത് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. ഇപ്പം സോമേട്ടൻ ഇവിടെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ പോയിരുന്നു. സോമേട്ടനായിട്ടുള്ള ഭയങ്കര ബന്ധവും അടുപ്പങ്ങളും കാര്യമൊക്കെ ഉണ്ട്. അന്ന് എൻ്റെ PVSന്റെ ഹോസ്പിറ്റൽ എന്തായിരുന്നു, KTCയുടെ അവിടെ. യെസ്, അവിടെ റൂമിൽ കയറി ചെന്നു. വന്നോ മറ്റേ സാധാരണ ഭാഷയിൽ കയറി വന്ന ഉടനെ തന്നെ എന്നോട് പറഞ്ഞെന്നറിയാം, എടാ ആ കാലൊന്നും ഞെക്കിക്കേ, അവിടെ വൈഫുണ്ട്, മോളുണ്ട്, എല്ലാവരും ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ പുള്ളിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അധികാര സ്നേഹത്തിന്റെ അധികാരം കാണി, ആ കാലം ഞെക്കിക്ക്, ഞാൻ ഒരു കാലം പറഞ്ഞാലും ഞെക്കി കൊടുത്തു. പുള്ളിക്ക് അതൊക്കെ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ള ആ ഒരു ലൈനാണ് പുള്ളിയുടെ. അതെ, എപ്പോഴും അത് കേട്ടോ. അങ്ങനെ അത് വളരെ അടുത്ത ആൾക്കാർക്ക് അറിയാവുന്ന കാര്യം. എനിക്ക് ഈ സിനിമയിലെ ചില സാധനങ്ങൾ, എനിക്ക് റോഡിൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ വഴിയിൽ കൂടെ പോകുമ്പോഴോ ഒരു റോഡ് റോളർ വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ എനിക്ക് പപ്പുചേട്ടൻ ഓർമ്മ വരും. ചില സാധനങ്ങൾ ചിലരെ പ്രതിനിധീകരിക്കുമല്ലോ. അപ്പോ ഒരു പക്ഷേ ഈ കൃതാവ് ഇറക്കിയ ഒരു മനുഷ്യനെ കണ്ട മലയാളിക്ക് പെട്ടെന്ന് സോമേട്ടന് ഓർമ്മ വരും. ആ കൃതാവ് വെറും കൃതാവല്ല, അതിന്റെ പേരുണ്ട്, വീതുളി കൃതാവ്. വീതുളി കൃതാവ് എന്ന് പറയാൻ. ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ വർഷം സോമന്റെ കൃതാവ് എന്ന് പറയുന്ന ഒരു മലയാള സിനിമ വന്നു. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കഥയും കഥാപശ്ചാത്തലവും ഒക്കെ ആണെങ്കിലും എന്റെ സുഹൃത്താണ് സിനിമ എഴുതിയതൊക്കെ. പക്ഷേ അത് ഇടുമ്പോഴും നമുക്ക് ഇദ്ദേഹത്തെ ഓർമ്മ വരുന്നുണ്ട്. അതിന് സോമേട്ടന്റെ ഒരു ന്യായീകരണമുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇത്രയും വലിയ കൃതാവ്, സോമേട്ടനേക്കാൾ വലിയ കൃതാവ് എന്തിനാണ്? എടാ എന്റെ ഇവിടം കുറച്ച് ഒട്ടിയായിരിക്കുന്നത്, അപ്പൊ എന്റെ കവിള് കുറച്ച് സൈഡിലേക്കാണ് നിൽക്കുന്നത്, അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു അനാറ്റമിക്കൽ ബാലൻസ്. അപ്പൊ അത് വെറുതെ വെച്ച ഒരു കൃതാവല്ല. ഈ കവിള് കുറച്ചൊരു പരന്ന കവിളാണല്ലോ, വലിയ മുഖമല്ലേ, ഒരു സ്ക്രീൻ നിറച്ചുള്ള മുഖമാണല്ലോ. അപ്പോ അത് ഈ ഭാഗം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ കൊണ്ട് ഈ പരപ്പിന് തൊട്ട് മുകളിൽ വരെ അത് നിർത്തും. ജനാചേട്ട ഒരു 70കളുടെ പകുതി തൊട്ട് സോമേട്ടന്റെ ജീവിത അവസാനം വരെയുള്ള ഒരു നീണ്ട സൗഹൃദമായിരുന്നു ജനാർദ്ദൻ ചേട്ടന്റെ. ഈ സോമേട്ടന്റെ ഒരു അഭിരുചികൾ, ചിലര് പാട്ട് കേൾക്കുന്ന ആളുകളുണ്ട്, ചിലര് ഓരോ താല്പര്യങ്ങളുണ്ടല്ലോ ഓരോ വ്യക്തികൾക്ക്. അദ്ദേഹത്തിന്റെ ഈ സിനിമ കഴിഞ്ഞ എപ്പിസോഡിൽ രഞ്ജേട്ടൻ പറഞ്ഞു, അദ്ദേഹം സിനിമ ഒരിങ്ങനെ ഒരു ആഘോഷം പോലെ സിനിമയിൽ അഭിനയിക്കുന്നു, അതൊരു പ്രധാന പാഷനായി. സിനിമയിൽ നടനായിരുന്നെങ്കിലും അതിലിങ്ങനെ ഒരുപാട് ഉയരങ്ങൾ വെട്ടിപ്പിടിക്കണമെന്ന രീതിയിലുള്ള പാഷനൊന്നും കൊണ്ടുവരുന്ന ആളല്ല. അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വേറെ ചില അഭിരുചികൾ ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കുമല്ലോ. എവിടെ ഒരു പാഷൻ ഉണ്ടാവില്ല. അതെന്തായിരുന്നു നിങ്ങൾ കണ്ടിട്ടുള്ളതില്? സോമനെ എനിക്കറിയാവുന്ന സോമൻ മ്യൂസിക്കുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. പാട്ട് വലിയ ഇഷ്ടമുള്ളത്. ആണോ? പാടുമായിരുന്നു. പാടുമായിരുന്നോ? സന്യാസിനി എന്നൊക്കെ പറഞ്ഞ പാട്ട് മനോഹരമായിട്ട് പാടുമായിരുന്നു. അതുപോലെ പുള്ളിക്കാരന്റെ ചില സ്പെഷ്യൽ പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ ചങ്ങളൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അതൊക്കെ പാടി ഇങ്ങനെ ഭയങ്കരമായിട്ട് മ്യൂസിക് ലവർ വലിയ ഇഷ്ടംപോലെ കേൾക്കുമായിരുന്നു പാട്ട്. ആണല്ലേ? ഒരു പുതിയ അറിവ് കേട്ടോ. പുതിയ അറിവാണ്. ഇതുപോലെ പല അറിവുകളും ഞാൻ തരാം. മറ്റൊന്ന്, ഈ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തൊക്കെ ആകുമ്പോൾ രുചികരമായ ഭക്ഷണം കഴിക്കുന്നതിന് വളരെ താല്പര്യമായിരുന്നു. രുചികരം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല, ഒരു ശകലം വ്യത്യാസം വെച്ചാൽ ആ പോക്ക് കേസാണ്. സോമേട്ടൻ പ്യൂർ വെജ് ആയിരുന്നു. പ്യൂർ വെജിറ്റേറിയൻ. വെജാണ്, നോൺ വെജ്. ആ കഥ പറഞ്ഞുതരാം. സോമേട്ടൻ വെജിറ്റേറിയൻ ആണ്. കഥ പറഞ്ഞുതരാം. സോമന്റെ അമ്മ 6 പ്രത്യേകത പ്രസവിച്ചു.
എല്ലാ കുട്ടികളും മരിച്ചു പോവുകയാണ്. അവസാനം മണ്ണാറശാലയെ കൊണ്ട് ഉരുളി കമത്തി വീട് മുഴുവൻ കൂടെ വെജിറ്റേറിയനായി ഉണ്ടായ സന്തതിയാണ് സോമൻ. അതാണ് ആ വീട് വെജിറ്റേറിയനായി ഫുള്ളായി. ഞങ്ങളറിയുന്ന സോമൻ പ്യൂർ വെജിറ്റേറിയൻ ആയിരുന്നു. ഇത്രയും കാലം ഞങ്ങൾ വെച്ച് വന്ന അവസാനമായപ്പോൾ അത് എൻ്റെ ഒരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ പറയാം. എന്നോടൊരു ദിവസം പറഞ്ഞിടാവേ ഭയങ്കരമായ കോൺസ്റ്റിപ്പേഷൻ, എനിക്ക് പൈൻസ് ആണോ എന്നൊരു സംശയമുണ്ട്. ഇതൊക്കെ വളരെ പേഴ്സണൽ സാധനങ്ങൾ, പേഴ്സണൽ സംഭവങ്ങളാണ്. അതാ പറഞ്ഞു. അപ്പോൾ എനിക്ക് ചിലത് ഈ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ചില നാട്ടുമരുന്നുകളാണ്. നാട്ടുചികിത്സ നാട്ടുവൈദ്യം. ഇത് നാട്ടുവൈദ്യം ഉണ്ടാക്കാനുള്ള കാരണം വെച്ചാൽ എനിക്കിതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മളത് കൈകാര്യം ചെയ്തതാണ്. സക്സസ് ആണല്ലേ. അപ്പൊ നമുക്ക് കൂടുതൽ ബലമുണ്ട്. ഞാൻ പറയടാ, നീ ഈ വെജിറ്റേറിയൻ പുറത്ത് നടക്കാതെ ഒരു കാര്യം ചെയ്യുക, മരുന്നാന്ന് വിചാരിക്കുക. ഒരു താറാമുട്ട രാത്രിയിൽ പുഴുകി കല്ലുപ്പിനകത്ത് കുഴിച്ചിടണം. എന്നിട്ട് രാവിലെ ആദ്യം കഴിക്കുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഇത് കഴിക്കുക. ഡെയിലി വൈകുന്നേരം ഉള്ളി, ചുവന്നുള്ളി ചെറുതായിട്ട് എറിഞ്ഞ് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ അത് വറ്റിച്ചൊരു 1/2 ഗ്ലാസ് ആക്കി, ഉള്ളി കഷായമാണ്. പശുമ്പാലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇച്ചിരി പാലൊഴിച്ച് നല്ലപോലെ ബ്രൗണിഷ് ആകുമ്പോൾ ഇളക്കിക്കൊണ്ടിരുന്ന് അത് നല്ലപോലെ ആറിയ ശേഷം ജസ്റ്റ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇത് കഴിച്ചുകൊണ്ട് കിടക്കാതെ പറഞ്ഞു. ഇത് ഈ പുള്ളിക്കാരനെ കൊണ്ട് ഒന്ന് തീറ്റിക്കാൻ പോയിട്ട് കൊടുക്ക നമ്മള് പറഞ്ഞ് ഇത് പുള്ളി ചെയ്തു. കംപ്ലീറ്റ് മാറിയതുണ്ട്. അത് സംഭവം ഇത് ഒരാൾക്കല്ല, ഞാനത് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജേസിക്കൊക്കെ കൊടുത്തു. നമ്മളെല്ലാം സംസാരിച്ചപ്പോൾ നമ്മളുടെ പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അനശ്വര നടൻ സോമൻ സാറിന്റെ ഓർമ്മകളാണ്, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ കുറച്ചുകൂടെ പേഴ്സണലായ, കുറച്ചുകൂടെ അദ്ദേഹത്തെ നമ്മളാരും കണ്ടിട്ടില്ലാത്ത, സ്നേഹിച്ചിട്ടില്ലാത്ത തലത്തിൽ അദ്ദേഹത്തെ അറിയാവുന്ന ഒരാൾ ഇനി നമ്മളോടൊപ്പം ചേരാൻ വരികയാണ്. അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം വളരെ നമുക്ക് പ്രിയപ്പെട്ടതും ജനകീയമൊക്കെ ആയത് ഇത്തരത്തിൽ പറഞ്ഞൊരു ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൂടെ ജനകീയനായിട്ടുള്ള ഒരാളാണ്. ഏറെ ബഹുമാനപൂർവ്വം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ പരിപാടിയിലേക്ക് എത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം ഓർമ്മകൾ പങ്കുവെക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട സോമേട്ടന്റെ മകൻ സജി സോമൻ. ചേട്ടാ നമസ്കാരം. അഭിനേതാവാണ്, പുതിയ സിനിമകൾ റിലീസാകാനുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ആമുഖം പറഞ്ഞപ്പം ഭക്ഷണത്തിന്റെ കൂടെ കാര്യം പറഞ്ഞത് ഇവിടെ ജനാർദ്ദൻ ചേട്ടൻ കൃത്യമായിട്ടൊരു ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സോമേട്ടനെ കുറിച്ചുള്ള ഒരു അറിവ് ഞങ്ങൾക്ക് കിട്ടിയത്. അദ്ദേഹം വെജിറ്റേറിയൻ ആയിരുന്നു എന്നുള്ളത് അല്ലേ? അതെ അതെ. നിങ്ങൾ വീട്ടിൽ കഴിക്കുന്നതിന് കുഴപ്പമുണ്ടായിരുന്നോ അതോ? നിങ്ങളില്ല, ഡാഡി എനിക്ക് വാങ്ങിച്ചോണ്ട് തരുമായിരുന്നു. കാരണം ഞാൻ മാത്രമേ ഉള്ളായിരുന്നു കഴിക്കുന്നതാണ് ആരോഗ്യത്തില്. മമ്മി ഒന്നും കഴിക്കത്തില്ല. ഇപ്പം എന്റെ മക്കൾ കഴിക്കുന്നുണ്ട്. ഡാഡി തീർച്ചയായിട്ടും എനിക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് തരുമായിരുന്നു. ചെറുപ്പത്തില് ഏതെങ്കിലും ലൊക്കേഷനുകളിൽ അദ്ദേഹത്തോടൊപ്പം പോയിട്ടുണ്ടോ? ഒരുപാട് പോയിട്ടുണ്ട്, ഒരുപാട്. ഓൾമോസ്റ്റ് ഒരു 6th 7th വരെയൊക്കെ എൻ്റെ സമ്മർ വെക്കേഷനൊക്കെ ഈ ലൊക്കേഷനുകളിലായിരുന്നു. അത് പക്ഷെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടോന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിട്ടിട്ട് ഇവിടെ വന്നിട്ട് ലൊക്കേഷൻ നാട്ടിലെ ഫ്രണ്ട്സിനെ വിട്ട് ലൊക്കേഷനിൽ പോകുന്നുണ്ടല്ലോ. ലൊക്കേഷനിൽ പോകണമായിരുന്നു. കാര്യം സ്കൂൾ അടയ്ക്കുന്നതിൻ്റെ അന്ന് പോയിട്ട് ഞാൻ ബോർഡിങ്ങിനായിരുന്നു. അപ്പോൾ വണ്ടി വരും, നമ്മൾ വീട്ടിൽ വരുന്നു. നെക്സ്റ്റ് ഡേ ഒന്നീ മദ്രാസിലോ അല്ലെ എറണാകുളത്തോ എവിടെ വന്നാലും ലൊക്കേഷനിൽ പോവുക, ഹോട്ടൽ റൂമിൽ ഇരിക്കുക, ഷൂട്ടിംഗ് കാണാൻ പോവുക. അച്ഛനെന്നുള്ള നിലയിൽ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് മിലിറ്ററി അച്ഛനായിരുന്നോ അതോ കുറച്ച് സ്വാതന്ത്ര്യം തരുന്ന? ഒരിക്കലും അല്ല, സ്ട്രിക്റ്റ് ഒന്നും അങ്ങനെ ഒന്നുമില്ല. ഐ മീൻ എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിരുന്നു. ഇപ്പോ പറയായിരുന്നു വെജിറ്റേറിയൻ എന്നുള്ള കാര്യം പുതുതായിട്ട് അറിഞ്ഞു. പാട്ട് പാടും എന്ന് ജനാർദ്ദൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അത് വീട്ടിൽ പാടുമൊക്കെ ചെയ്യുമായിരുന്നു? വീട്ടിൽ പാടുന്നില്ല, അടി ഫ്രണ്ട്സിന്റെ അടുത്ത് നല്ല പഴയ ഹിന്ദി പാട്ടുകൾ പട്ടാളത്തിൽ നിന്ന് കിട്ടിയതായിരിക്കാം. അപ്പൊ അങ്ങനെ ഉള്ള ഞാൻ കേട്ടൊരു കാര്യം, ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് രജയന്റെ വീട്ടിൽ വന്ന് പറഞ്ഞൊരു വലിയ ലൈബ്രറി വീട്ടിലുണ്ട്. വായനാശീലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്? നന്നായിട്ട് വായിക്കുമായിരുന്നു. പീരിയോഡിക്കൽസ് ആണ് കൂടുതലും, എങ്കിൽ പോലും നന്നായിട്ട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നന്നായിട്ട് റീഡ് ചെയ്യും. എത്ര ലൈറ്റ് ആയാലും. ഇപ്പോഴും ഹാളിൽ ഇരിപ്പുണ്ടല്ലോ. ഉണ്ട്. ലിവിംഗ് റൂമിൽ ഇപ്പോഴും ഒരു അലമാര നിറച്ച പുസ്തകങ്ങളുണ്ട്. സോമേട്ടന്റെ പുസ്തകങ്ങൾ പലപ്പോഴും അത് പൊക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്.
സാജി എന്നാണ്. സജി അല്ലേ? സജി ഔദ്യോഗിക നാമമാണെങ്കിലും സോമേട്ടൻ എടാ എന്ന് നീട്ടി വിളിക്കുന്ന പോലെ സാജി എന്നുള്ള അവിടുത്തെ നമ്മുടെ ലോക്കൽ എല്ലാവരും സാജി എന്നാണ് വിളിക്കുന്നത്. സാജി എന്നാണ്. സജി എന്നാണ് എന്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ എല്ലാവരും അങ്ങനെ വിളിക്കുന്നു. ഓ, അവിടങ്ങളിൽ നമ്മുടെ അടുത്ത്. പുറത്ത് സിനിമയിലൊക്കെ എല്ലാവരും സജി തന്നെ ഞാൻ വിളിച്ചു കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതില് എനിക്കുണ്ടായ ഒരു ഭാഗ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സോമേട്ടൻ്റെ കൂടെ ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, സജിന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഓ, എന്താണ് വയലൻസ്, സ്റ്റോപ്പ് വയലൻസ്. ഞാൻ സോമേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല, പക്ഷെ സാജിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ശരി. രഞ്ജേട്ടൻ അഭിനയിച്ചിട്ടില്ല. രഞ്ജേട്ടൻ അന്ന് മറ്റേ എഴുത്തില്ല അഭിനയം തുടങ്ങിയിട്ടില്ലല്ലോ. ആ സമയത്ത് നിൽക്കുന്നതാണ്. ഞാനുണ്ട്, പക്ഷേ സ്ക്രീൻ സ്പേസ് ഷെയർ സ്ക്രീനില്ല. അതാ ഞാൻ പറയാം, പിന്നണിയിലാണ് ഞങ്ങൾ ചെയ്തപ്പോ ഒരുമിച്ച് അഭിനയിച്ചു ചെയ്തിട്ടുണ്ട്. ഞാൻ കേട്ട ഒരു കാര്യം ഇതിനിടയില് സിനിമയിൽ ഉപയോഗിച്ചൊരു വാച്ച് കൊണ്ടു കൊടുത്തു. ഞാനത് സത്യം, ഞാൻ ഒരിക്കലും അത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് രഞ്ജി ചേട്ടൻ അത് കൊണ്ടു തന്നപ്പം എന്റെ കയ്യില് ഒരു വാച്ച്, ഞാൻ ഇത് തലസ്ഥാനത്തിന്റെയോ കമ്മീഷണറുടെയോ ആ സമയത്താണ്, കമ്മീഷണറാന്ന് തോന്നുന്നു. ആ കയ്യിൽ ഒരു കറുത്ത റൈഡോ എന്തോ അത് അല്ല, അത് ക്ലാസിക്കിന്റെ ഒരു ക്ലാസിക്കോ അങ്ങനെ ഒരു വാച്ചാണ്. അതൊരു സ്ക്വയർ ബ്ലാക്ക് ഡയലുള്ള, അന്നത്തെ കാലത്തെ വലിയ ഡയലല്ല, ചെറിയ കേസൊക്കെ ഉള്ള അന്നത്തെ കാലത്തെ. അപ്പൊ എന്റെ കയ്യിൽ ഒരു വാച്ച് കൊണ്ട് എടാ അതിങ്ങ് ഉരുത്താ അത് ഉരിയെടുത്തു. ഇത് നീ എടുത്തു. അതുകൊണ്ട് കയ്യെ കിടന്ന വാച്ച് എനിക്ക് തന്നു. ഞാനത് സോമേട്ടൻ 97 മരിച്ചിട്ട് ഈ 2022 വരെ 25 വർഷം ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ട് ഞാനത് ക്ലീനൊക്കെ ചെയ്ത് ബാറ്ററിയൊക്കെ ഇട്ട് സാരി കൊണ്ട് കൊടുത്തു കഴിഞ്ഞ വർഷം. ഞാൻ സത്യം പറഞ്ഞ ഷോക്കായി. കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് സൂക്ഷിച്ചു. അതേപോലെ 27-28 വർഷം ആവാറെന്ന് പറയുമ്പോൾ 90 എന്റെ കയ്യിൽ തന്നിട്ട് 30 വർഷം. 94 കമ്മീഷണർ. അപ്പൊ 30 വർഷം വാച്ച് തന്നത് ഓടുന്ന അവസ്ഥയില്. ഓ, എന്തായാലും ഓർമ്മകളാണ്. ഞാനത് കെട്ടിയിട്ടില്ല, അന്നും ഞാനത് കെട്ടിയില്ല. എന്റെ കയ്യിൽ കൊണ്ട് കെട്ടി തന്നു, ഞാനത് കൊണ്ടുപോയി അത് അവിടെ ഉരി വെച്ചു. സോമേട്ടൻ തന്നൊരു വാച്ച് ആയതുകൊണ്ട് ഞാനത് തന്നെ വളരെ പ്രഷ്യസ് ആയിട്ട് കാണുന്നു. അതിന്റെ സ്ട്രാപ്പ് പോലും അതുപോലെ തന്നെ ഉണ്ട്. അത് വാഹനം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന ആ കാറുണ്ടല്ലോ അല്ലേ, അതുണ്ട്. അംബാസഡറും ഇല്ലേ? അംബാസഡർ അല്ലേ, മാരുതി. അത് ഓൾമോസ്റ്റ് 30 years ആയി. അത് ആ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ലേലത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ ലേലം ഷൂട്ട് നടക്കുമ്പം അന്ന് ഈ വണ്ടിയിലാണ് വന്നത്. അപ്പോൾ അതിൽ ആനക്കാട് ലീപ്പച്ചൻ ഉപയോഗിക്കുന്ന ഒരു ഫോർഡ് കാറാണ്. അന്നത്തെ കാലത്തെ ഒരു ലേറ്റസ്റ്റ് ഫോർഡ് എസ്കോട്ടോ അങ്ങനെ. അപ്പോൾ അത് കണ്ടപ്പോൾ പറഞ്ഞു, എടാ എനിക്ക് ഈ മാരുതി കൊടുത്തിട്ട് ഒരു ഫോർഡ് എസ്കോട്ട് വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു വാങ്ങിക്കരുതോ, അവൾ സമ്മതിക്കത്തില്ല, നീ അവളെ ഒന്ന് വിളിച്ച് പറ. എന്നിട്ട് ഞാൻ ചേച്ചിയെ വിളിച്ച് പറഞ്ഞു, ഞാൻ ചേട്ടൻ ഇങ്ങനെ ഈ മാരുതി നടക്കുന്നതിന് പകരം ഇച്ചിരി ഒരു വലിയ കാറ് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് ചേച്ചി സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാനങ്ങനെ സമ്മതിക്കാഞ്ഞിട്ടൊന്നുമല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചേച്ചി പറഞ്ഞ് വാങ്ങിച്ചോട്ടെ, ആഗ്രഹമല്ലേ. പക്ഷെ ആഗ്രഹം നടന്നില്ല. പക്ഷെ ആ വണ്ടി നന്നായിട്ടുണ്ട്. കാരണം എന്നെക്കാട്ടി കൂടുതൽ എൻ്റെ മകനാണ് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും നല്ല പെർഫെക്റ്റ് കണ്ടീഷൻ. ബ്രൗൺ ഒരു ചോക്ലേറ്റ് കളർ അംബാസഡർ, നെപ്റ്റ്യൂൺ ബ്ലൂ അല്ല ഒരു അംബാസഡർ ഉണ്ടായിരുന്നു 1788. 1788. ഈ ലേലത്തിന്റെ സോമേട്ടനെ കൊല്ലുന്ന സീക്വൻസ് ഉണ്ടല്ലോ, അത് ആർട്ടിഫിഷ്യൽ മഴ വെച്ചിട്ടൊക്കെയാണോ? ഭയങ്കര സംഭവം. നമ്മള് ഡേ ഫോർ നൈറ്റ് ആണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സോമേട്ടനാണെങ്കിൽ ആ സമയത്ത് ഈ അസുഖത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളിലൊക്കെ തണുത്ത് വിറങ്ങലിച്ച് ബസ്സിനകത്താണ് ഇരിക്കുന്നത് പുള്ളി. അപ്പോൾ ഞാനും സുബേറും കൂടെ വന്ന് പുള്ളിയോട് സംസാരിക്കുന്നു. അപ്പോൾ പുള്ളി എന്തിയാടാ അങ്ങനെ വണ്ടി എവിടെയാടാ അവരോട് ചോദിച്ചിട്ട് ഇങ്ങനെ വാ കൊണ്ടാക്കി തരാം. വലിയ പോപ്പുലർ ഡയലോഗ്സ് ആണ്. അപ്പോൾ എവിടെയാടാ വണ്ടി എവിടെ കിടക്കുന്നത്? നമ്മൾ പറയുന്ന ഇത് അവിടെ കിടക്കുന്നു. ഓ എന്നാടാ കുടയൊന്നും ഇല്ലേ? രണ്ടുപേരുടെ പേര് എന്നാടാ ഒരു ചുറ്റുകളി. പിന്നെ ചോദിക്കുന്നുണ്ട് നിനക്ക് എത്രയാടാ മക്കള്? അപ്പോൾ ഞാൻ പറഞ്ഞു 2. അവൻ എന്നാടാ നിനക്കായില്ലേ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞേ ഈ ഷോട്ട് എടുക്കുന്നത് ഞാൻ ജോർസാനോട് സാറേ ഇത്രയും നല്ലൊരു മനുഷ്യനെ കൊലയ്ക്ക് കൂട്ടുകാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചിട്ട് പോയി അഭിനയിക്കണേ. അത്രയും ഒരു നല്ലൊരു കാണുമ്പോഴും ഇവരുടെ വിശേഷമാണല്ലോ ചോദിക്കുന്നത്. കൊല്ലാൻ വന്നാണെന്ന് അരയിൽ എന്നാടാ എന്ന് ചോദിക്കുന്നുണ്ട്, എന്നാടാ ഒരു പരിഭ്രമം എന്നും ചോദിക്കുന്നുണ്ട്. അപ്പം മനസ്സിലായി കൊല്ലാനാണെന്ന്. ഈ സജീട്ടൻ ലൊക്കേഷനിൽ പോകുന്ന സമയത്തൊക്കെ ഈ ഹീറോ പടങ്ങളുടെ ലൊക്കേഷനിലല്ലേ കൂടുതലും പോയിട്ടുള്ളത് അല്ലേ?
കൂടുതലും മദ്രാസ് ഏറ്റവും കൂടുതൽ ഉദയ സ്റ്റുഡിയോ. ഉദയ സ്റ്റുഡിയോയിലൊക്കെ നമ്മളിങ്ങനെ ഈ ദിവസം എണ്ണി ഇരുന്നിട്ടുണ്ട് ഇത് എങ്ങനെയായിരുന്നു കഴിഞ്ഞ പോയാൽ ജനാർദ്ദനെ കണ്ടിട്ടില്ലേ? പിന്നെ ജനാർദ്ദന ഈ ഭക്ഷണപ്രിയനാണെന്ന് പറഞ്ഞു അദ്ദേഹം. വീട്ടിലൊക്കെ വരുമ്പോൾ എന്തായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് കഴിച്ചു? അല്ല, ഡാഡിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് തോന്നുന്നു നമ്മുടെ നോർമൽ നാട്ടിൽ ഈ തീയല്, തോരൻ, ചക്കക്കുരു. പിന്നെ സോമേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമുണ്ട്, പരിപ്പുവട. പരിപ്പുവട അത് ഡ്രൈവ് ചെയ്ത് പോയാലും അറിയാം, വെളിച്ചെണ്ണക്കകത്ത് ഉണ്ടാക്കുന്ന പെട്ടെന്ന് സെൻസ് ചെയ്യും. ഒരു സ്ഥലമുണ്ട്, ഞങ്ങൾ ഒരിക്കലും ഇതുപോലെ ട്രിവാൻഡ്രത്തുനിന്ന് കാറിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലൊക്കേഷനിൽ നിന്ന് തിരുവല്ലയ്ക്ക് പോകുമ്പോൾ എന്നെ വിളിക്കടാ, നിന്നെ ചെങ്ങന്നൂർ ഇറക്കാമെന്ന് പറയും. ഞാൻ വീട്ടിൽ കൊണ്ട് ഇറക്കും. അപ്പോൾ കൊട്ടാരക്കര റെയിൽവേ ബ്രിഡ്ജ് ഉണ്ടല്ലോ, നമ്മൾ കൊട്ടാരക്കരയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ്, പഴയ ബ്രിഡ്ജാണ്, ഇപ്പോഴത്തെ അല്ല. ഒരു വളവും ആ വളവിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ചായക്കടയുണ്ട്. അവിടെ കർശനമായിട്ട് നിർത്തിയിരിക്കും. അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അവിടെ വടയിടുന്ന സമയത്തിനനുസരിച്ച് ഇവിടുത്തെ വണ്ടി എടുത്ത് പോകും. അവിടെ നിർത്തി വട കഴിക്കാതെ പോകത്തില്ല. വട ബെസ്റ്റ് വട കിട്ടുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ അവിടെ കയറും. ഈ തീയലിൻ്റെ ഉള്ളിത്തീയലിൻ്റെ കാര്യം ഒരു ദിവസം ഇതുപോലെ ട്രിവാൻഡ്രത്തുനിന്ന് പകല് വരിക. ഞങ്ങൾ വന്ന് എനിക്ക് തോന്നുന്നു നിലമേലൊക്കെ കഴിഞ്ഞിട്ട് ഈ റോഡിങ്ങനെ വെട്ടി ഇപ്പം പിന്നീട് ഉണ്ടാക്കിയൊരു സ്ഥലം. അപ്പോൾ അവിടെ പെട്ടെന്ന് ചവിട്ടി നിർത്തി. നോക്കിയപ്പോൾ ഇറങ്ങി, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ സൈഡിലേക്ക് പോയപ്പോൾ ഒരു കശുമാവ് ഇങ്ങനെ കൊലച്ച് കിടപ്പുണ്ട് റോഡിലേക്ക്. അതിൽ ഈ പച്ച അണ്ടി, അത് ഭയങ്കര തീര് പോയി അത് മുഴുവൻ ആ കൊലയോടെ പറിച്ച് കൊണ്ടുവന്നു. ആരുടെയോ കശുമാവാ. എടാ ഇത് തീയലിന് നല്ലത്, ഏറ്റവും ബെസ്റ്റാ. അത് പറിച്ച് കൊലയോടെ കൊണ്ടുവന്ന് വണ്ടിയെ കയറ്റി വിട്ടുപോയി. അടുത്തറിയാം, തേങ്ങ ചുട്ടരച്ച ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. മസ്റ്റായിരുന്നു. എല്ലാ ദിവസവും വൈകിട്ട് വീട്ടിലുണ്ടെങ്കിൽ അതും കഞ്ഞിയും പയറും. നമുക്ക് സോമേട്ടനെ വെച്ച് വിളമ്പി കൊടുത്ത സജയേട്ടൻ്റെ അമ്മ, സോമേട്ടൻ്റെ ഭാര്യ നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കും. സോമേട്ടനെ പറ്റി പറയുവാണെങ്കിൽ, സോമേട്ടൻ്റെ ഷൂട്ടിംഗ് പോയി കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിലും സോമേട്ടൻ്റെ ഷൂട്ടിംഗ് ഇല്ലാതെ വരുവാണെങ്കിൽ അന്ന് വീട്ടിൽ വരുമായിരുന്നു. വീട്ടിലെ ഭക്ഷണമാണ് സോമേട്ടന് ഏറ്റവും ഇഷ്ടം. വെജിറ്റേറിയനാണ്. സോമേട്ടന് അവിയല്, സാമ്പാർ, തീയലൊക്കെയാണ് സോമേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ. പിന്നെ വന്നാലും ഷൂട്ടിംഗ് കഴിഞ്ഞൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഫാമിലിയെ സോമേട്ടൻ കൊണ്ടുപോകുമായിരുന്നു. എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുമായിരുന്നു. മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ അവരെ ബോർഡിങ്ങിലാക്കി ഞാൻ തന്നെ സോമേട്ടൻ്റെ കൂടെ പോയി തുടങ്ങി. ഓണമാണേലും സോമേട്ടനുണ്ടെങ്കിൽ 10 ദിവസത്തെ ഓണമാണ് ഇവിടെ. സോമേട്ടൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ചിട്ട് സദ്യ എല്ലാം കൊടുത്ത് അങ്ങനെ ആയിരുന്നു. സോമേട്ടൻ ഒറ്റ മോനായതുകൊണ്ട് സോമേട്ടൻ്റെ ഫ്രണ്ട്സ് ഇല്ലാതെ സോമേട്ടന് പറ്റത്തില്ലായിരുന്നു. അങ്ങനെയാണ് സോമേട്ടൻ പോകുന്നതിന്റെ ആ വർഷമാണെങ്കിലും 10 ദിവസത്തെ ഓണം കഴിഞ്ഞാണ് സോമേട്ടന് ആ വർഷം പോയത്. സന്തോഷമായിരുന്നു സോമേട്ടൻ്റെ കൂടെ. എന്നോടൊന്നും നോ പറയത്തില്ല. എനിക്ക് പോകുന്ന സ്വാതന്ത്ര്യമായിരുന്നു എൻ്റെ ജീവിതത്തില്. വണ്ടിയാണെങ്കിലും ഡ്രൈവറാണെങ്കിലും എവിടെ വേണമെങ്കിലും പോകണം. പോകാത്തതിനെ എന്നെ വഴക്ക് പറഞ്ഞിട്ടുള്ളൂ. എല്ലാ കാര്യത്തിനും എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു. അങ്ങനെ ഈ മറ്റുള്ള വീട്ടിലെ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ വഴക്ക്. ഞാൻ വളരെ ചെറുതിലെ സോമേട്ടൻ്റെ കൂടെ വന്നതാണ്. ആ സ്നേഹം സോമേട്ടൻ പോകുന്നിടം വരെ ഉണ്ടായിരുന്നു. ചേച്ചിക്ക് ഒരു ഈ കറി മസാല സ്ഥാപനം ഉണ്ടറിയാം? എനിക്കറിയാം, ഞാൻ അതിനായിട്ട് വരാൻ പോവാണ്. ഇപ്പോ ഈ പറയുന്ന അതില് എല്ലാ വർഷവും പരസ്യം എഴുതിക്കുന്ന എന്നെ കൊണ്ടാ. പരസ്യവാചകം, എടാ മനോരമയിലൊരു പരസ്യം കൊടുക്കണം, നീ ഒരു വാചകം എഴുതാ. അല്ല, സോമേട്ടൻ ഉള്ളപ്പോഴുണ്ടോ അത്? അതാ പറഞ്ഞ ചേച്ചിയുടെ ഈ ബിസിനസ് ചേട്ടന് വലിയ അഭിമാനമായിരുന്നു. ഇപ്പൊ പറഞ്ഞു വളരെ ചെറുപ്പത്തിലെ അതെ, ചേച്ചിയുമായിട്ട് അത്രയും പ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോ ചേച്ചി ഈ സംഭവം തുടങ്ങി കഴിഞ്ഞിട്ട് ഭദ്രാസ് സ്പൈസസ് സ്ഥിരമായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് പരസ്യവാചകം. ഞാൻ ആലോചിക്കുകയാണ്, നേരെ തിരുമേനിയൊക്കെ എഴുതി കൊടുത്ത് ഭദ്രാസ് സ്പൈസസിന്റെ പരസ്യം ഒരു പരസ്യവാചകം പറയാം. എനിക്ക് ഓർമ്മയില്ല, എത്ര വർഷമായി എനിക്കത് ഓർമ്മയില്ല. പക്ഷേ സജേട്ടൻ ഓർമ്മയുണ്ടോ രജേട്ടൻ എഴുതി എന്തൊക്കെ ഒരു സുരേഷേട്ടനെ വെച്ച് ഫോട്ടോ എടുത്തു. രഞ്ജേട്ടൻ എഴുതി കൊടുത്തിട്ട് ക്യാപ്ഷൻ വെച്ച് സുരേഷേട്ടനെ വെച്ചിട്ടാണ് അതിന്റെ ഫോട്ടോ എടുത്തത്. സുരേഷേട്ടൻ മല്ലിപ്പൊടിയുടെ പരസ്യത്തിലോ? അല്ല, സോമേട്ടന്റെ ഒരു ഇനിഷ്യേറ്റീവാണ് അത്. ചേച്ചി ചെയ്യുന്ന ഒരു ബിസിനസിനെ കുറിച്ച് ഭയങ്കര അഭിമാനത്തോടു കൂടിയാ. ചേച്ചി ഇതൊക്കെ മാനേജ് ചെയ്യാൻ നല്ല പ്രാപ്തിയുള്ള ആളാണ്. അല്ല, അത് ഇന്നും തുടരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. മക്കൾ എത്രയായിരുന്നു നിങ്ങൾ? 2 പേര്, മോനും മോളും. 2 പേര്. സിസ്റ്റർ എന്ത് ചെയ്യുന്നു? സിസ്റ്റർ ഇപ്പൊ വന്നു. ഒരു ബ്രദറിലോ എയർഫോഴ്സിൽ പൈലറ്റായിരുന്നു. ഇപ്പൊ നാട്ടിലുണ്ട്. പുള്ളി ഇപ്പം ചിപ്സൺ എയർവേസ് ഫ്ലൈ ചെയ്യാം. അപ്പോൾ സിസ്റ്റർ ഇപ്പം കമ്പനി പോകുന്നുണ്ട്. ഞാനപ്പോ അവിടെ വൈഫിന്റെ ഒരു പായസ സംഭവമായിട്ട് ഇങ്ങനെ
അത് ഇതുവരെ ആ പായസം അടുത്ത പ്രാവശ്യം എത്തിക്കാം. ഞാൻ കഴിച്ചു. ഞങ്ങൾ ഈയിടയ്ക്ക് ഒരു പടത്തിന്റെ ഡബ്ബിംഗ് സ്റ്റുഡിയോ പോയപ്പോ അവിടെ പായസം ഇരിക്കുന്നത്, ഞാൻ ഇന്നേ വരെ ഡബ്ബിങ്ങിന്റെ സ്ഥലത്ത് 2 പാത്രം പായസം ഇരിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പൊ നോക്കുമ്പോ അകത്ത് സജിയേട്ടൻ ഡബ് ചെയ്യാ, പുറത്ത് പായസമൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്ന് തന്നിട്ട് ഇരിക്കുന്നത്. എത്ര തരം പായസം ഉണ്ട് സജിയേട്ടാ? അവിടെ 19. ഒരുത്തർ എന്നോട് പറഞ്ഞു, അച്ഛൻ ഞാനതിലേ പോയപ്പോ നമ്മുടെ സോമന്റെ മകൻ പായസം ഭയങ്കര സ്വാദാണ്. ഈ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് പുസ്തകങ്ങൾ വീട്ടില് ബാക്കിയിരിക്കുന്നുണ്ട്, വെച്ചതുണ്ട്, കളക്ഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ. സജിയേട്ടന്റെ ഒരു വായനയുടെ അളവും പരിപാടികളും ഞാൻ വായിക്കാറുണ്ട് അത്യാവശ്യം. എന്നെക്കാട്ടും നല്ലതായിട്ട് എൻ്റെ മക്കള് 2 പേരും നന്നായിട്ട് റീഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ ബുക്സ് ആയി ഇപ്പോൾ. പിള്ളേരൊക്കെ എത്ര എന്തായി? മോനിപ്പം ഇല്ല, മോളോ മോന്റെ അവൻ കാനഡയിൽ പോയി. അവൻ അവിടെ വിൻസറിൽ ജോയിൻ ചെയ്തു, എംടെക്കിന് ജോയിൻ ചെയ്തു. മോള് ഗ്രാജുവേഷൻ കഴിഞ്ഞു. സിനിമയില് സോമേട്ടൻ പോയതിനു ശേഷമാണോ സജിയേട്ടൻ അഭിനയിച്ചത്? ഞാൻ 2001 1 സിനിമയിൽ അഭിനയിച്ചത്. അദ്ദേഹം എപ്പോഴെങ്കിലും അഭിനയിക്കുന്നതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഡാഡി അങ്ങനെ ഇന്നത് ചെയ്യൂന്നൊന്നും, ഇഷ്ടമുള്ളത് ചെയ്യാം എന്നുള്ളൊരു നിർബന്ധങ്ങളില്ല. പഠിക്കുന്ന കാര്യത്തിൽ പോലെ എന്നെ കമ്പൽ ചെയ്തിട്ടൊന്നുമില്ല. എന്നെ നല്ല അങ്ങനെ ആരോടും എനിക്ക് തോന്നില്ല ഡാഡി അങ്ങനെ ഇന്നതാവണം, അല്ലെ എഞ്ചിനീയർ ആവണം, ഡോക്ടർ അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും മര്യാദയ്ക്ക് ചെയ്യും എന്നുള്ളൊരു മര്യാദയ്ക്ക് ഇരിക്കുക, മര്യാദക്കുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനപ്പുറം ഒന്നും ചെയ്തിട്ട് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? വീണ്ടും നമ്മളിപ്പോ ഇങ്ങനെ സോമേട്ടന്റെ ഭക്ഷണം, വായന, അഭിനയം, സൗഹൃദം ഒരുപാട് വഴികളിലൂടെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും സോമേട്ടന്റെ സുഹൃത്ത് സമകാലീനായിട്ടുള്ള ദേവേട്ടൻ നമ്മളോട് സോമേട്ടന്റെ ഓർമ്മകൾ പറയും. എപ്പോഴും സോമേട്ടൻ നമ്മൾ കാണുന്ന റൂമിൽ കാണുമ്പോൾ എപ്പോഴും അനന്തശയനത്തിൽ കിടക്കുന്നതായിട്ട്, എപ്പോഴും ഈ ബെഡിൽ ഇങ്ങനെ കിടക്കില്ല. എപ്പോഴും ആ അനന്തശയനത്തിൽ സോമേട്ടൻ്റെ ഒരു ഗൗരവമുണ്ട്. ആ ഒരു ഗൗരവമുണ്ട്. നമ്മളെ വിളിക്കും. അന്ന് തന്നെ ഒരു കോള് വന്നു എനിക്ക്, എവിടെ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സോമേട്ടൻ ഞാൻ കോഴിക്കോടുണ്ട്. ഞാനെവിടെ ഉണ്ടോ? ഞാൻ മഹാറാണിയിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കണ്ടു. അപ്പോൾ ബാലു പറഞ്ഞപ്പോൾ ആസ് യൂഷ്വൽ എപ്പോഴും സോമേട്ടൻ്റെ റൂമിൽ പോയി കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ അനന്തശയനത്തിലിരിക്കുന്ന ഒരു രൂപമാണത്. ഞാൻ ആദ്യം കാണുന്നത് ചെന്നൈയിലത്തെ ഒരു രഞ്ജിത്ത് ഹോട്ടൽ വെച്ചിട്ടാണ്. ആ രഞ്ജിത്ത് ഹോട്ടലിൽ പോകുമ്പോൾ അന്നും ഞാൻ ആദ്യമായിട്ട് സോമേട്ടൻ കാണുമ്പോൾ ഈ അനന്തശയനത്തിലാണ്. പാട്ടുപാടി അഭിനയിക്കുമ്പോൾ ഒരുപാട് നല്ല മലയാളത്തിലെ നല്ല പാട്ടുകൾക്ക് ലിപ്സ് കൊടുത്തിട്ടുള്ള ഒരു മഹാനായ നടനാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അവസാനത്തെ ആ ലേലത്തിലെ ആ ഒരു ക്യാരക്ടർ ഇന്നും മലയാളികളുടെ മനസ്സിൽ എന്നും മലയാള സിനിമ എത്ര കാലം പോയാലും അതിൻ്റെ ഒരു സോമേട്ടൻ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക ആ ഒരു റോളാണ്. എന്തായാലും സോമേട്ടൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ ഓർമ്മയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ലേലത്തിനൊക്കെ ശേഷം ഇതും ഞാൻ കേട്ടറിവെന്ന് പറയണ ഈ ഹിമാലയ അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ ഇടോ പോവുകയൊക്കെ ചെയ്തു? പോയില്ലോ, മോളുടെ അടുത്ത് പോയില്ല, കാശ്മീരിൽ പോയി. അത് നേരെ പോയിട്ട് വന്നപ്പോഴാണ് അസുഖമായത്. ജമ്മുവിലായിരുന്നു, സിസ്റ്ററൊക്കെ അന്ന് ജമ്മുവിലായിരുന്നു. അനിയത്തിയൊക്കെ അവള് അപ്പം പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ വിളിക്കാൻ വേണ്ടി പോയതാണ് ഇവിടുന്ന്. പക്ഷെ വന്ന് തിരിച്ച് വീട്ടിലോട്ട് വന്നില്ല, നേരെ PVS അഡ്മിറ്റായി. പിന്നെ അവിടെ വെച്ച് അസുഖം തുടങ്ങി, ഒരു വല്ലാത്ത സ്റ്റേജിലേക്ക് പോയി. ആ സമയത്ത് എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോമേട്ടൻ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ദുബായിൽ നിന്ന് വിളിച്ച് സംസാരിച്ചിരുന്നു. ഞങ്ങൾ സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പാണ് സോമേട്ടൻ മരിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. ഞാൻ ആ സ്റ്റേജിന്റെ പുറകിൽ പോയിരുന്നു കുറേ നേരം. അത് അപ്പം വടക്കേന്ത്യയിൽ നിന്ന് വരുന്നു, നേരെ ഹോസ്പിറ്റലിലാകുന്നു. ഹോസ്പിറ്റലായ ശേഷം അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു. കൊച്ചി എയർപോർട്ടിൽ നേരെ PVSലോട്ടാണ് കൊണ്ടുപോയത്. ഒരു മാസം, നവംബർ 12 അഡ്മിറ്റ് ചെയ്തു, ഡിസംബർ 12 അടി പോകാൻ ചെയ്തു. ഒരു മാസം കിടന്നു അല്ലേ? അപ്പോഴും ചേട്ടൻ അങ്ങനെ അവസാനിക്കുകയാണെന്നുള്ള യാതൊരു തോന്നലുണ്ടായി? ഇല്ലായിരുന്നു, ഒന്നുമില്ല. ഫസ്റ്റ് ഒരു വളരെ കൂളായിരുന്നു, പ്ലസന്റ് ആയിട്ടാണ് എല്ലാവരും. നീ വരുമ്പോൾ നേരെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്റെ ഫ്രണ്ട്സിനോടൊക്കെ അങ്ങനെ പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ നീ ലേലം കണ്ടോ, അങ്കിളിന് ഭയങ്കര സംഭവമാണ്, ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുള്ളിക്ക് പേടിയില്ലായിരുന്നു, ഭയം എന്നുള്ള സാരമില്ല. സ്വന്തം ശരീരമാണ്. ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ പണ്ടമാരെ പറഞ്ഞ് ഒരുപാട് ചീത്തയെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ഫിലിപ്പേഴ്സിനായിരുന്നു പുള്ളിയുടെ ഡോക്ടർ. തുടക്കം വഴി എനിക്കറിയാം സംഭവങ്ങൾ.
ഫിലിപ്പ് ഇഷ്ടമല്ല, ദൈവം ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ കേൾക്കില്ല, പോടാ. ഷൂട്ടിന് വരുമ്പോൾ, ലേലത്തിന് വരുമ്പോൾ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ സീറം ബിൽറൂബിൻ വളരെ കൂടുതലാണ്, അപ്പോൾ അവിടെ വരുമ്പം കാര്യമായിട്ട് കർശനമായിട്ടൊന്ന് പിടിച്ചോണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ രാവിലെ റൂമിൽ പോയി ഞാൻ താക്കീതുകളൊക്കെ കൊടുത്ത് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ മാറ്റി. ഞാൻ ഗ്രാൻഡിലും സോമേട്ടൻ BTHലുമാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ എഴുതാൻ ഒരു മുറി, താമസിക്കാൻ ഒരു മുറി, അങ്ങനെ ഒരു സൗകര്യത്തിലാണ് ഗ്രാൻഡിൽ താമസിക്കുന്നത്. അപ്പോൾ ഉച്ചവരെ എഴുതിയിട്ട് ഞാൻ തിരിച്ച് എൻ്റെ റൂമിൽ വന്നപ്പോൾ അവിടെ ഇരിക്കുക എൻ്റെ മുറിയിൽ ഒരു ബിയറൊക്കെ ഓർഡർ ചെയ്ത്. അവിടെ ഞാൻ പോയി രാവിലെ എല്ലാം എടുത്ത് മാറ്റി. ഞാൻ ചോദിച്ചത് എന്ത് പണിയത്? അല്ല, നീ എൻ്റെ സാധനം എല്ലാം എടുത്തോണ്ട് പോയില്ലേ, പിന്നെ ഞാൻ അങ്ങോട്ട് പോകും. ഞാൻ നിന്റെ മുറി വന്നിരുന്നു. താഴെ വന്ന് റിസപ്ഷനിൽ വന്നിട്ട് MG സോമൻ വന്ന് ചോദിച്ചാൽ താക്കോല് കൊടുക്കാതിരിക്കുമോ? നേരെ താക്കോലും വാങ്ങിച്ച് എൻ്റെ മുറി ഇരിക്കുക. ഞാൻ ചെല്ലുമ്പോൾ അവിയലും ഒക്കെ വാങ്ങിച്ചു വെച്ച്. അല്ല, ഞാൻ അതാ പറഞ്ഞത്, നമ്മൾക്ക് ഒരു വലിയ വിഭാഗം പ്രേക്ഷകർക്കും ഈവൻ എനിക്കുമൊക്കെ ഈ സ്ക്രീനിലെ കഥാപാത്രങ്ങളും സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് കൂടുതൽ അറിയുക. അതിൽ കൂടുതൽ അറിയുക എന്ന് പറയുന്നത് നമ്മൾ വലിയ ഇന്റർവ്യൂസോ, ഒരു പരിധിവരെ ആ കാലഘട്ടം വരെ ഇത്രയും വിഷ്വൽ ഇന്റർവ്യൂകൾ ഇല്ല, താരതമ്യേന ഇല്ല. വളരെ കുറച്ചൊരു ചാനലിൽ വല്ലപ്പോഴും എടുത്താൽ കിട്ടുന്നുള്ളതിനപ്പുറം ഇത്ര ഇന്റർവ്യൂകളില്ലല്ലോ. അപ്പോൾ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഇവരെ നമുക്കൊരു പരിധിക്കപ്പുറം വ്യക്തി എന്നുള്ള നിലയിലേക്ക് അടുത്ത് അറിയുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ പാടാണ്. അത് സോമേട്ടൻ അന്ന് വാരികളിലാണല്ലോ കംപ്ലീറ്റ് ഇന്റർവ്യൂസ് വരുന്നതും, പിന്നെ ഞാൻ അതുപോലെ വെള്ളി നക്ഷത്രം, അങ്ങനെ ചിത്രഭൂമി അങ്ങനെ സംഭവം. അതിലൊന്നും സോമേട്ടൻ ഞാൻ വെജിറ്റേറിയൻ ആണെന്നും ഞാൻ പാട്ട് പാടുന്ന ആളാണെന്നൊന്നും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടുമില്ല, പ്രതിപാദിച്ചിട്ടുള്ള പുള്ളിക്കാർ താല്പര്യമില്ല കാര്യത്തിൽ. അല്ല, ചിലര് അവനവനെ പുറത്ത് വളരെ ഗൗരവക്കാരനായിട്ട് അവതരിപ്പിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അല്ല, പുള്ളി പാട്ട് പാടുന്ന ആളാണെന്ന് പുള്ളി പറഞ്ഞിട്ടുമില്ല, പുള്ളി അങ്ങനെ അവകാശപ്പെടുത്തുമില്ല. പക്ഷേ ഒത്തിരി പാടും. എൻ്റെ മുമ്പിലൊക്കെ ഇഷ്ടപ്പെടും. ലീഡറുമായിട്ട് വലിയ സൗഹൃദമായിരുന്നു, അല്ലേ? വലിയ സൗഹൃദമായിരുന്നു. അവിടെ ഇപ്പോഴും ലീഡറുടെ ഫോട്ടോ ഉണ്ട്. സിന്ധുവിന്റെ കല്യാണത്തിന് വന്ന ഫോട്ടോ അവിടെ ഇപ്പോഴും ഹാളിൽ ഇരിപ്പുണ്ട്. ലീഡർക്ക് വലിയ, നമ്മൾ ഇവിടെ ഒരു ഫോട്ടോ ലീഡറുമായിട്ട് നിൽക്കുന്നത് നമ്മൾ കാണിച്ചിരുന്നു. വെറും ഒരു ഫോട്ടോ അല്ല, ഭയങ്കര സൗഹൃദമായിരുന്നു. കെ കരുണാകരൻ സാറുമായിട്ടുള്ള ലീഡർക്ക് വലിയ വാത്സല്യമായിരുന്നു. ഹിറ്റ് പാട്ടുകൾ ഗുരുവായൂർ കേശവനാണെങ്കിലും കൽപ്പാന്ത കാലത്തോളം പാട്ടുകൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സിനിമയിലും ആ സമയത്ത് അത്യാവശ്യം ഒരുപാട് ഈ പാട്ടും ഡാൻസും ഒക്കെ ആവശ്യമുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. ആ പ്രദേശത്ത് ഒന്നും അദ്ദേഹം അധികം തൊട്ടിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? അല്ലെങ്കിൽ കമലഹാസൻ ചെല്ലുന്നത് സോമേട്ടനെ ഡാൻസ് പഠിപ്പിക്കാനാ ആദ്യമായിട്ട് ഫസ്റ്റ് അങ്ങനെയാണ് ഒരു പരിചയപ്പെടുന്നത്. കമലഹാസൻ അന്ന് ഡാൻസ് മാസ്റ്ററുടെ അസിസ്റ്റന്റാ. അപ്പോ കമലഹാസൻ ഡാൻസ് മാസ്റ്റർ അസിസ്റ്റന്റ്, കമലഹാസൻ ആരെയും ഡാൻസ് പഠിപ്പിക്കാനാണ്. അങ്ങനെയാണ് ഇവർ തമ്മിൽ ആദ്യം കാണുന്നത്. ചെന്നു ഡാൻസ് പഠിപ്പിക്കാൻ ചെന്നു. സോമേട്ടന് ഡാൻസ് അറിയാമല്ലോ. അങ്ങനെ അവിടുന്ന് ആരംഭിക്കുന്ന സൗഹൃദമാണ് അവരുടെ. അത് മരണം വരെ ഏറ്റവും സുദൃഢമായി. വീട്ടിൽ വന്നിട്ടില്ലേ? അതിന് ശേഷവും കമലഹാസനായിരുന്നു ചീഫ് ഗസ്റ്റ്. പറഞ്ഞു രഞ്ജിത്ത് ഫംഗ്ഷൻ ഒന്നും പറഞ്ഞു. അല്ലാതെ അതിന് മുമ്പുള്ള സമയങ്ങളിൽ പുള്ളി എറണാകുളത്തൊക്കെ വരുമ്പോഴത്തേക്കും, അല്ലെ ആലപ്പി വരുമ്പോൾ വീട്ടിൽ വരുമായിരുന്നു. ഡാഡിയുള്ള സമയത്തൊക്കെ അവിടെ വരുമായിരുന്നു. വലിയ കൂട്ടാണ്. അതെ അതെ, ഭയങ്കര സൗഹൃദമായിരുന്നു. അതിന്റെ വ്യാപ്തി ഞാൻ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ 25 വർഷത്തിന് ശേഷം കമൽഹാസൻ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ഹെലികോപ്റ്റർ ചാർട്ടർ ചെയ്ത് കൊച്ചിയിൽ വന്ന് തിരുവല്ലയിൽ വരുമോ? ഒരിക്കലും ആരും ചെയ്യത്തില്ല. അല്ലാതെ ഹോസ്പിറ്റലായിരുന്നു പോലും മെഡിക്കൽ ഇങ്ങനെ വിളിച്ച്, ഞാൻ മദ്രാസ് വിളിച്ചായിരുന്നു. മദ്രാസ് വിളിച്ച് ഡാഡിയുടെ കണ്ടീഷൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മെഡിക്കൽ റിപ്പോർട്ട് ഫാക്സ് ചെയ്യാൻ പറഞ്ഞു. ഫാക്സ് ചെയ്ത് കൊടുത്തു. ഹാർഡ്ലി 1 hour. അപ്പോഴത്തേക്കും പുള്ളി ഹോസ്പിറ്റലിൽ റൂമിൽ വിളിച്ചു. GSൽ 512 റൂം. അവിടെ വിളിച്ചു അമ്മയോട് പറഞ്ഞു അവരെ മദ്രാസിൽ ചെക്ക് ചെയ്തു, നമുക്കൊന്നും ചെയ്യാനില്ല, അതുപോലെ ക്രിട്ടിക്കലാണ്. പുള്ളി അത്രയും അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്തു. അല്ല, അതൊക്കെ ഒരു സിനിമാ സൗഹൃദങ്ങൾക്ക് അപ്പുറമാണ് കേട്ടോ. നമ്മൾ സിനിമാ സൗഹൃദം എന്ന് പറയുന്ന, നമ്മൾ സിനിമയിൽ സൗഹൃദങ്ങൾ ഉണ്ടെങ്കിലും സിനിമാ സൗഹൃദം എന്ന് പറയുന്നത് വേറൊരു തരം സൗഹൃദമാണ്. അത് സിനിമയിൽ എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകൾ തമ്മിൽ, സിനിമയുള്ള ആളുകൾ തമ്മിൽ ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. അതായത് സിനിമയിലെ സൗഹൃദങ്ങൾ വേറെയാണ്. സിനിമ എന്നുള്ള ഹെഡിങ്ങിന്റെ കീഴെ വരുന്ന കുറെ സൗകര്യങ്ങളുള്ള സൗഹൃദങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറം എത്രയോ വലുതാണ്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതുപോലെ അയച്ചും നോക്കിയും കേട്ടും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതൊരു സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ആളുകൾ പരമാവധി അത് എങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റുന്നത് നോക്കുന്നതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. ഈ നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞൊരു നാടക പശ്ചാത്തലം എന്ന് പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ സജീട്ടൻ ജനിക്കുന്നതിന് വളരെ മുമ്പ്. പക്ഷെ അറിയാം, ഓൾമോസ്റ്റ് എനിക്ക് സ്കൂൾ തൊട്ടേ ഉണ്ട്. ഡാഡി സ്കൂളിലൊക്കെ നാടകം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് എയർഫോഴ്സിൽ പോയി നാടകം ചെയ്യുമായിരുന്നു. അങ്ങനെ എയർഫോഴ്സിൽ
അതിനോട് ക്രേസ് ഇതായിട്ടാണ് എയർഫോഴ്സ് വിട്ടിഞ്ഞ് പോകുന്നത്. വിട്ടു പോകുന്നതാണോ തീർത്തു പോകുന്നതാണോ? ഇല്ല, വിട്ടു. കാരണം അഭിനയിച്ചേ പറ്റൂ എന്നുള്ളൊരു. ആ സമയത്ത് അപ്പൊ അഭിനയത്തിലോട്ടുള്ള വഴി എന്തായിരുന്നു അന്ന്? ഇപ്പൊ എയർഫോഴ്സിൽ നിന്ന് ഒരാൾ നാട്ടിലോട്ട് നാടക പാരമ്പര്യമായിട്ട് വന്നാലും എങ്ങനെയായിരുന്നു സിനിമയിലോട്ട്? നമ്മുടെ കൊട്ടാരക്കര ശ്രീനിവാസന്റെ ട്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു, രാജേട്ടന്റെ ആ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിലുണ്ട് കൊല്ലം. എനിക്ക് അതിനെ ഡീറ്റെയിൽ എനിക്ക് അത് കാര്യത്തിൽ റെക്കോർഡുകളില്ല അല്ലേ ഇന്റർവ്യൂവിന് പറയുന്നതിനകത്ത്? ഇല്ല. ഇനിയിപ്പം നമ്മള് അമ്മയെ കേട്ടു, സജിയേട്ടൻ ഇവിടെ ഉണ്ട്. സജിയേട്ടന്റെ സഹോദരി സോമേട്ടന്റെ മകള് നമ്മളോട് സോമേട്ടനെ പറ്റിയുള്ള ഓർമ്മകൾ പറയും. എനിക്ക് ഏതാണ്ട് ഒരു 1.5 വയസ്സായപ്പോഴാണ് ഡാഡിയുടെ ആദ്യത്തെ പടം, അതായത് ഗായത്രി റിലീസ് ആവുന്നു. അപ്പം ഞാനിങ്ങനെ ഡാഡി തന്നെ പറഞ്ഞു തന്നിട്ടുള്ളത്, നമ്മളെല്ലാരും കാണാൻ വേണ്ടി മൂവി ഹാളിൽ എവിടെയാണെന്നൊന്നും ഓർമ്മയില്ല എനിക്ക്, പോയി അവിടെ മടിയിലിരുന്നിട്ട് സ്ക്രീനിൽ ആള് വരുമ്പോ ഇങ്ങനെ ഡാഡി ഡാഡി എന്ന് വിളിച്ച് എല്ലാവർക്കും ശല്യം ഉണ്ടാക്കിയ കഥയൊക്കെ. പിന്നെ പിന്നെ അങ്ങോട്ടുള്ള എല്ലാ അവധികളിലും നമ്മൾ സ്കൂളിലായിരിക്കുമ്പോൾ വെക്കേഷൻ, ഓണം, ക്രിസ്മസ്, എപ്പോഴും എവിടെയാണോ ഡാഡി അവിടെ പോകും നമ്മള്. അതൊരു ഭയങ്കര കളർഫുൾ ചൈൽഡ്ഹുഡ് ആയിരുന്നു ഞങ്ങളുടേത്. പിന്നെ ബോർഡിങ്ങിലാണെങ്കിലും ഇടയ്ക്ക് ബോർഡിങ്ങിലാണെങ്കിൽ ഞങ്ങൾ കൊച്ചിയിലൊക്കെ ഉള്ളെങ്കിൽ അപ്പൊ ഡാഡിക്ക് ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അവിടെ സ്കൂളിൽ വരും. പിന്നെ ഓവർനൈറ്റ് നമ്മളെ വിളിച്ചുകൊണ്ട് പോകും, അല്ലെ വീക്കെൻഡ്സിൽ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഭയങ്കര ലവിങ് ആയിരുന്നു, ഭയങ്കര ലവിങ്. വലുതായതിനു ശേഷമാണെങ്കിലും ഓക്കെ. അപ്പൊ വീട്ടില് നമ്മൾ ഉണ്ണാനൊക്കെ ഇരിക്കുമ്പം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഞാനും എന്റെ ബ്രദറും സാജി, ഞങ്ങൾ രണ്ടാൾ. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും അവസാനത്തെ ഉരുള ഇങ്ങനെ ഉരുട്ടി വായി തരിക, അങ്ങനെയൊക്കെ ഉള്ളൊരു അത് കല്യാണം കഴിഞ്ഞതിന് ശേഷവും സെയിം അത് കണ്ടിന്യൂ ചെയ്യും. പിന്നെ എനിക്ക് മോളായതിനു ശേഷം സോറി, ഞാൻ ഡാഡിയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഇച്ചിരി ഒരു ഇമോഷണൽ ആവും എപ്പോഴും. സോറി. മോളായതിനു ശേഷവും ഓക്കെ, എല്ലാ ദിവസവും കിടക്കുമ്പോഴാണെങ്കിലും രാത്രിയിൽ ഒരു സൈഡില് ഞാന്, ഒരു സൈഡില് മോള്, നടുക്ക് ഡാഡി. അങ്ങനെ ഒരു അതുകൊണ്ടായിരിക്കും മേ ബി എന്റെ 26 വയസ്സ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിന്റെ ഉള്ളില് തരാവുന്നതിന്റെ അത്രയും ഒത്തിരി സ്നേഹം തന്നിട്ടാ പോയത്. ഇവിടെ ഈ കാണുന്ന നമ്മളീ പ്രദർശിപ്പിക്കുന്ന ഫോട്ടോകൾ ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ വളരെ വൈകാരികമായ വാക്കുകൾ അല്ലെങ്കിൽ ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ, വളരെ ചെറിഷ് ചെയ്യേണ്ട നല്ല നല്ല ഓർമ്മകൾ. നമ്മളിവിടെ ഇത്രയും ഫോട്ടോകൾ ഇതിപ്പം ഞങ്ങൾ സത്യത്തിൽ ഇവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ അല്ല അങ്ങനെയൊന്നും എടുത്തോ അല്ല, ഞാൻ സജിയേട്ടൻ്റെ അടുത്തുനിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ ശേഖരങ്ങളിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചെടുത്തിട്ടുള്ള ഫോട്ടോകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ഈ സിനിമാ നടന്നുള്ള നിലയിൽ അന്ന് സാധാരണ ഫോട്ടോകളും കാര്യങ്ങളും ഓർമ്മകളും ഒക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ വാച്ചുണ്ട്, കാറുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ. ബാല്യകാലത്ത് ഒരുപാട് ഓർമ്മകൾ അതുപോലെ ശേഖരിക്കപ്പെട്ട് വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഓൾമോസ്റ്റ് ആ സമയത്ത് ഡാഡി അന്ന് ഉണ്ടായിരുന്ന സമയത്തെ ഉള്ള എല്ലാം ഞാൻ പറ്റുന്നത്രയൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എന്നെക്കാട്ടിൽ ഈ നൊസ്റ്റാൾജിക് ഫീലിംഗ് എൻ്റെ മോന് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവനത് കുറച്ചുകൂടെ പ്രിസർവ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ്. എല്ലാ ഫോട്ടോസ് ആണെങ്കിലും പഴയ സർട്ടിഫിക്കറ്റ്സ്, ഡാഡിയുടെ സ്കൂൾ ഫോട്ടോസ് വരെ എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമയിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് വിദേശത്ത് ഷൂട്ട് ചെയ്ത മലയാള സിനിമ സോമേട്ടന്റെ സിനിമയാണ് ഏഴാം കടലിനക്കരെ എന്ന് പറയുന്ന സിനിമ. 79 IVC സാർ സംവിധാനം ചെയ്ത സിനിമ അമേരിക്കയിൽ ഷൂട്ട് ചെയ്തത്. അതല്ലേ ആദ്യമായിട്ട് വിദേശത്ത് ഷൂട്ട് ചെയ്ത സിനിമ? ഉണ്ട്. എനിക്ക് അതിൽ ജനാർദ്ദനൊക്കെ അമേരിക്കയിൽ പോയിട്ടില്ലേ നിങ്ങള്? അതിലാണ് ഈ മറ്റേ സുരലോക ജലധാര ഒഴുകി ഒഴുകി എന്നുള്ള പാട്ടൊക്കെ ഉള്ള സിനിമ ഉള്ള പടം. അതില് KR വിജയ മാഡത്തിന്റെ കൂടെ അഭിനയിക്കുന്നത് അമേരിക്കയിലുള്ളൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ് ആ സായിപ്പ്. അവിടെ അതിൽ അഭിനയിക്കുന്ന ആള്. അപ്പം അവിടെ പോയപ്പോ ഞാൻ അതിന്റെ ചില പഴയ ഫോട്ടോകളും ജനാർദ്ദന്റെ ഉൾപ്പെടെയുള്ള ഫോട്ടോകളും ഒക്കെ കണ്ടു. അന്ന് അമേരിക്കയിലത്തെ ആദ്യത്തെ പോക്കും ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ജനാർദ്ദൻ ചേട്ടാ? അന്ന് ഞങ്ങളൊരു 10-26 വർഷം ഉണ്ടായിരുന്നു. അത് കുറച്ച് ഇന്നത്തെ അമേരിക്ക തന്നെ. അന്ന് 42nd സ്റ്റേറ്റൊക്കെയുള്ള 42nd സ്റ്റേറ്റൊക്കെയുള്ള മൻഹാട്ടനില്. അപ്പൊ അവിടെ ഈ കൈക്കകത്ത് ക്യാമറയായിട്ട് വിപിൻ ദാസ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോയി. യവന്മാര് വന്നിട്ട് ഇയാൾക്കിടെ ഒരു അടി കൊടുത്തിട്ട് ക്യാമറ ഒക്കെ പിടിച്ചു തിരിച്ച് മേടിച്ചോട്ടൊക്കെ ഓടാപ്പെട്ട പാട് ഓടിക്കപ്പെട്ടത് അമേരിക്കയില്. അന്ന് ജോൺസ് ബീച്ചിലൊക്കെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് പറയാതെ പോയി ഷൂട്ട് ചെയ്തത്. അതില് സോമൻ തന്നെയായിരുന്നു കഥാപാത്രത്തിന്റെ പേരെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം 79 ഈ പടം ചെയ്യുമ്പം അതിലുണ്ട്. അതുപോലെ ഞാനിപ്പോ രഞ്ജേട്ടനോടോ ജനാർദ്ദൻ ചേട്ടനോടോ ചോദിക്കുന്ന പോലെ അതിന് തൊട്ടു മുമ്പുള്ളൊരു കാലഘട്ടത്തിലെ ഒരുപാട് ലെജൻസ് ആയിട്ടുള്ള ആളുകളോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്
സോമേട്ടൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ കാണുന്ന സമയത്ത് ആ കാലത്തെ ഓർമ്മകൾ, അതിന്റെ തൊട്ട് ബാക്കിൽ നിന്നുള്ള ഒരു ഓർമ്മകൾ അദ്ദേഹം പറയാറോ പങ്കുവെക്കാറോ, സംവിധായകരെ കുറിച്ചോ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ക്രിയേറ്റീവ് സൈഡിലുള്ള കാര്യങ്ങളെ കുറിച്ചോ ഒക്കെ അദ്ദേഹം പറയുമായിരുന്നോ? സോമേട്ടൻ എപ്പോഴും സൗഹൃദങ്ങളെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഓ, ഈ തരം അദ്ദേഹം പറഞ്ഞു എപ്പോഴും സിനിമ അദ്ദേഹത്തിന് സൗഹൃദങ്ങളിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അല്ലാതെ അത്തരം അഭിനയത്തിൻ്റെ അത്തരം അനുഭവങ്ങളെക്കുറിച്ചോ മൊമെന്റ്സിനെ കുറിച്ചോ ഒന്നും അല്ല ആളുകളെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത്. MGRന്റെ കൂടെ ഒരു തമിഴ് പടത്തിൽ അഭിനയിച്ചിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. എംജിആറിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചു. നാളെ നമതയിൽ MGRന്റെ അച്ഛൻ. ആ, ഇനിയും തമിഴ് പടങ്ങളില്ലേ? പിന്നുള്ളത് അവർ ഒരു തുടർക്കഥയോ അങ്ങനെ എന്തെങ്കിലും? അവളൊരു തുടർക്കഥ തമിഴ് പടത്തില്. ജോഷിയങ്ങളുടെ എയർപോർട്ടുണ്ട്. ആ, കുറെ കെ ബാലേന്ദ്രന്റെ സിനിമ അതിന്റെ പോസ്റ്റർ എനിക്ക് ഇപ്പോഴും ഓർമ്മ. അതല്ലേ ഈ പാട്ട് കളബ ചുമരു വെച്ച മേടേ, ആ പാട്ടല്ലേ? എന്നോട് ചോദിച്ചാ ഞാൻ പെട്ടെന്ന് അത് അങ്ങോട്ട് ചോദിച്ചു പെട്ടെന്ന് ആണോന്ന് എനിക്ക്. അത് കമലഹാസനാണ്. ഏത് പാട്ടാ സാധിക്ക പാടിയത്? ഏത് പാട്ടാ? കളബ ചുമരു വെച്ച മേടേ ഇളം കല്യാണമാലേ. അത് കല്യാണ വീട്ടിൽ കുറെ മിമിക്രി ഒക്കെ അതല്ലേ? ഞാൻ പിടിച്ചിട്ടോ വന്നു. ആ, അത്ര ഓർമ്മയുണ്ട്. പട്ടസദനാണ് അതിനകത്ത് ആ മിമിക്രി മൊത്തം മറ്റേ ബേഡ്സിന്റെ ഒക്കെ വോയിസ് കൊടുത്തിട്ടുള്ളത്. പട്ടസദനാണ്. ഓ, MGRന്റെ അച്ഛനായിട്ട് അഭിനയിച്ചത് സോമന്റെ അച്ഛനായിട്ട് അഭിനയിച്ച അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? സോമന്റെ അച്ഛനായിട്ട് ഞാൻ അഭിനയിക്കുന്നത് ഇതാ ഒരു സിംഹം. ഇവനൊരു സിംഹം. ഇവനൊരു സിംഹം. ഒരു സംശയമുണ്ട്. അത് ഇവ എന്തിനൊക്കെ വന്നിട്ട് ഡാഡി പോടാവിടെ പൈപ്പൊക്കെ വെച്ചിട്ട് ഞാൻ കൊണ്ടൊക്കെ തലയാക്കി ഇവ അടുത്തത് ഡാഡി. എനിക്കൊന്ന് എന്നോട് ചോദിച്ച ആ ചോദ്യം കുറെ കൂടെ ജനാർദ്ദനിലേക്ക് പോയാൽ ഏതാ ജനാർദ്ദൻ ചേട്ടാ? ഞാൻ ചോദിച്ചതേ, ഞാൻ ഇപ്പൊ രഞ്ജനോട് ചോദിക്കണം. അതായത് ഞാനിപ്പോ ജനാർദ്ദൻ ചേട്ടനോട് 79 നിങ്ങൾ അമേരിക്കയിൽ പോയത് എങ്ങനെയാ? കാരണം ഞാൻ ജനിച്ചിട്ടില്ല. ഞാനിപ്പോ അവിടെ പോയി പഴയ ആൽബം ഒക്കെ എടുത്ത് അത് ഷൂട്ട് ചെയ്ത വീട്ടിലൊക്കെ ഞാൻ പോയി. ആ സിനിമയ്ക്ക് നിങ്ങൾ അങ്ങനെ അത് പറയുമ്പോ ഞങ്ങളുടെ കാലഘട്ടം ഒരു കാലഘട്ടമാണ്. അപ്പൊ സോമുവിനറിയാവുന്ന അവരെയൊക്കെ എനിക്കും അറിയായിരുന്നു. അതെ, അതേപോലെ അവരെ പിന്നെ നമ്മുടെ പഴയ ഡയറക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിരുന്നവർ. ശശികുമാർ സാറും AB രാജുവും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷേ അങ്ങോട്ട് മാറിയത് സേതുബാബു സാറ്, M കൃഷ്ണൻ നായർ, വിൻസെന്റ് മാഷ് ഇവരൊക്കെ സെറ്റിലൊന്നും വന്ന് ആരോട് സംസാരിക്കരുത്, വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. മറ്റവർ വളരെ ഫ്രീ ഉള്ള ആളുകളായിരുന്നു. അടുത്ത ജനറേഷൻ അല്ലേ അടുത്തത്. അങ്ങനെയുള്ള സംഭവങ്ങളല്ലാതെ അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ കൂടുതലായിട്ട്. ഡയറക്ടർ വലിയ പ്രോട്ടോകോൾ ഉള്ള ആളാണ്. പിന്നെ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള PN മേനോൻ സാറൊക്കെ. മേനോൻ സാറ് കുറച്ച് ഫ്രീ ആയിരുന്നു. ഞങ്ങളുടെ എല്ലാം ഞാൻ തന്നെ പ്രൊഡക്ഷന്മാരൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത്. ഓ, സോമേട്ടന്റെ നിരവധി സുഹൃത്തുക്കളിൽ ഒരാളായ പ്രിയപ്പെട്ട ചെറിയാൻ കൽപ്പകവാടി സാർ സോമേട്ടന്റെ ഓർമ്മകളുമായി എത്തുന്നു. അപ്പൊ ഞാൻ സിനിമ വരുന്നത് അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പിന്നെ ഞാൻ സിനിമ വന്നു. ഞാൻ എൻ്റെ ഒരുപാട് തിരക്കഥകളിൽ അദ്ദേഹം അഭിനയിച്ചു. പക്ഷിയിൽ അഭിനയിച്ചു, നിർണയത്തിൽ അഭിനയിച്ചു, ആർദ്രത്തിൽ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചു. അപ്പൊ അദ്ദേഹത്തിലൂടെയാണ് ആദ്യത്തെ സിനിമയുടെ എൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാതെ പിന്നെ ട്രിവാൻഡ്രത്ത് ഞാൻ യുവാൻസി പഠിച്ചു കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ ഹോസ്റ്റലിൽ എനിക്ക് വിളി വരും. അപ്പോൾ അദ്ദേഹം വന്ന് ഏറ്റവും വലിയ പ്രത്യേകത, അന്ന് സിനിമാക്കാർക്ക് എല്ലാം അറിയാവുന്നൊരു കാര്യമാണ്, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ രാത്രി അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കിടക്കുന്ന ഇഷ്ടമല്ല, ആരെങ്കിലും കൂട്ട് കിടക്കണം. അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എനിക്ക് കോള് വരും. ഞാനൊരു ചെറിയൊരു പെട്ടിയായിട്ട് ചെറിയൊരു ബാഗുമായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുക. അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി ചിലപ്പോൾ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച. പിന്നെ അങ്ങനെയാണ് എൻ്റെ ഞാൻ എപ്പോഴും സോമേട്ടനോട് പറയുന്നത്, സോമേട്ടനാണ് എൻ്റെ വിദ്യാഭ്യാസം കുഴപ്പിച്ചതെന്ന് പറയുമായിരുന്നു. കാരണം പിന്നെ മെഡിക്കൽ കോളേജിൽ പോക്കൊന്നും നടക്കത്തില്ല. പിന്നെ എനിക്ക് മറക്കാനൊക്കാത്ത ഒരു സംഭവിച്ചാൽ അതൊരു ചെറിയൊരു അനക്ഡോട്ടാണ്. വെച്ചാൽ ഈ അദ്ദേഹത്തെ ഈ ഫ്ലൈറ്റ് കയറ്റി വിടുമ്പം നമ്മൾ ലാസ്റ്റ് ടാറ്റ അടിക്കുന്നവരെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. ടാറ്റ അടിച്ച് അദ്ദേഹം ചെക്ക് ഇൻ ചെയ്യുന്നവരെ നമ്മൾ കൂടെ നിൽക്കണം. ഒരു പ്രാവശ്യം അങ്ങോട്ട് ചെന്നപ്പോൾ എടുത്ത് പറഞ്ഞു, നീയും കൂടെ വരുന്നു. അപ്പോൾ എനിക്ക് ടിക്കറ്റ് എടുത്തിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ബാക്ക് പെയിൻ വന്നിട്ടായിരുന്നു. എൻ്റെ ഒന്നുമില്ല, നീയും കൂടെ വരുന്നു. പിന്നെ അത്രയ്ക്ക് ഫ്രീഡമാണ്, ഞാൻ കൂടെ പോയി. പിന്നെ ആ പോക്ക് പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരാൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഇടയ്ക്ക് കഴിഞ്ഞ് ഞാൻ പിന്നെ സിനിമയിലായി, വേണുനാവള്ളിയുടെ അടുപ്പം സിനിമയായി,
തിരക്കഥകൾ എഴുതാൻ അങ്ങനെയൊക്കെ കാണാതായി കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ ഒരു കോൾ വരും, നിന്നെ കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ എന്നും പറഞ്ഞ് എല്ലാം ഇങ്ങോട്ട് വരും. അങ്ങോട്ട് ആ ബന്ധം എന്താ പറഞ്ഞാൽ മനുഷ്യ ബന്ധങ്ങൾക്ക് ഭയങ്കര വില കൊടുക്കുന്ന ഒരാളായിരുന്നു. ഇനി ഇതുപോലെ ഒരാൾ ഒരിക്കലും ഇനി ഞാൻ പിന്നെ കണ്ടിട്ടില്ല, ഇനി ഒരിക്കലും കാണാനും പോകുന്നില്ല. ആ ഒരു ഭയങ്കരമായ വേദന ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ചില എപ്പിസോഡുകൾ കഴിയുമ്പം ഒരാളെ പറ്റി പലരുടെ പെർസ്പെക്റ്റീവ് ആണല്ലോ, ഒരാളോട് ജീവിതത്തിൽ ഇടപെട്ട പലർ സംസാരിക്കുന്നു. അപ്പം പലരും പറയുന്നതിനകത്തുള്ള അയാൾ പലതായിരിക്കും. ഒരാളെ കുറിച്ച് പലര് പറയുമ്പം പല ആളെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ഈ സോമേട്ടന്റെ ഇപ്പം 2 എപ്പിസോഡ് തീരാറാകുമ്പോൾ കേട്ടുന്നതിനകത്ത് ഈ സൗഹൃദം എന്ന് പറയുന്ന ഒരു ഏരിയയില് എവിടെയൊക്കെ ആരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ, സമീപിച്ചിട്ടുണ്ടോ, അവരെല്ലാം അതിന് വലിയ ഒരു പ്രോമിനൻസ് പറയുന്നുണ്ട്. ചേച്ചി നേരെ പറഞ്ഞാലോ, ഓണത്തിന് 10 ദിവസവും ആള് വരുന്നു, ഒറ്റ മകനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 10 ദിവസവും ആള് വരുന്നു എന്ന് പറഞ്ഞു. ഈ സൗഹൃദങ്ങൾ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ സിനിമയിൽ ഒരാൾ 24-25 വർഷം നിൽക്കുന്നു, നായകനാകുന്നു, എല്ലാത്തരം വേഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിർമ്മാണം, സംവിധാനം, എഴുത്ത് എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശങ്ങളിലേക്ക് ഒന്ന് തൊടാനുള്ളൊരു കൊതി വരാറുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും സോമേട്ടൻ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, ആണോ? IBCC സംവിധാനം ചെയ്ത ഭൂമിക. സോമേട്ടനും ജോൺ പോളും എല്ലാരും കൂടെയാണത് ഇത്. അതില് കാശ് പോയ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞെട്ടിയിരിക്കുന്ന ഒരാളാ, പക്ഷെ കാശ് കിട്ടിയാണ്. ജനാർദ്ദന്റെ കാശ് കിട്ടിയില്ലേ പ്രൊഡ്യൂസ് ചെയ്തത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതേതായിരുന്നു? അടയാളം. അടയാളം. മമ്മൂക്കയുടെ സിനിമ. ആ ജനാർദ്ദന്റെ പ്രൊഡ്യൂസർ അല്ലേ? അല്ലാതെ സ്വാമി അതിന്റെ കമ്പനിയുടെ പേരെന്താ അപ്പം? എന്റെ കമ്പനിയുടെ പേര് പാതുവ ക്രിയേഷൻസ്. പാതുവ ക്രിയേഷൻസ്. ഓ, എന്താണ് നമ്മുടെ ഭാര്യ ശ്രീതാൻസിന്റെ വലിയ വാർത്തയാണ്. ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. മതിയായി സോമേട്ടനും ഒരു പടമല്ലേ പ്രൊഡ്യൂസറില്? എഴുത്തുണ്ടായിരുന്നോ സജിയേട്ടാ അദ്ദേഹത്തിന്? കഥയിലോ കാര്യങ്ങളിലോ ഒക്കെ ഇടപെടലോ പറച്ചിലോ ഒക്കെ? ഇല്ല, എഴുത്തുള്ളോട് എനിക്ക് അറിഞ്ഞൂടാ. അറിയത്തില്ല. രഞ്ജേട്ടനോട് ഈ സജഷൻസ് പറയുമായിരുന്നു എഴുത്തിലും, അല്ലെങ്കിൽ ഈ ഡയലോഗ് ഞാൻ പറയില്ല, ഇന്ന പോലെ പറയുന്ന പോലെ പറയത്തില്ല. ഡയലോഗ് പറയാൻ മടിയുള്ളതേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ പറയണോ? ഞാൻ സോമേട്ടന്റെ ഡയലോഗ് വേറെ ആരെങ്കിലും പറയോ? അതേ ഉള്ളൂ. ഈ രഞ്ജിയേട്ടന്റെ എഴുതിയിട്ടുള്ള സംഭവങ്ങൾ പറയുക എന്നുള്ള സംഭവം അതൊന്ന്, അതിൽ മറ്റേ ടേക്ക് സമയത്ത് നമ്മളത് പറയും. ഇനി കൺസോൾ ഡബിങ് തിയേറ്ററിൽ വന്ന കൺസോളിൽ ഇരുന്നിട്ട് അതിൻ്റെ 2 അക്ഷരത്തിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അവിടെ ഒരു ശ്വാസം വേണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിടിച്ച് പറയുമ്പോഴേ സോമേട്ടൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, നീ ഒന്ന് ചെയ്ത് കാണിക്കും. ഞാൻ പറയും പറ്റത്തില്ലേ, പോയിക്കോ. എനിക്ക് തോന്നുന്നു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുന്നത്, എൻ്റെ മോളൊരു 4-5 വയസ്സുള്ളായിരുന്നു. അപ്പോൾ ഒരിക്കൽ അവളോട് അവളുടെ എന്തോ ഒരു സംഭവം ചോദിച്ചു, എന്താണ് നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന്. അവളുടെ അടുത്ത വായിക്ക് പറഞ്ഞത്, എനിക്ക് ചാച്ചയെ ഒന്ന് കാണണമെന്ന്. കണ്ടിട്ടുമില്ല, എന്നാൽ എൻ്റെ കല്യാണ സമയത്ത് അറിയില്ല. ഞാനത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അത് കേട്ട് പുള്ളിക്കാരി അന്ന് അവൾക്ക് 4-5 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവളുടെ ഒരു വേല വേണം, എനിക്ക് ചാച്ചയെ ഒന്ന്, ചാച്ചയെന്നാണ് കണ്ടിട്ടില്ലെങ്കിൽ പറഞ്ഞേക്കുന്നത്. അല്ല, ഞാൻ അതാണ് ഒരു തരി മുമ്പ് പറഞ്ഞത്. ഇത്രയധികം സൗഹൃദങ്ങൾ, ഇത്രയധികം ഓർമ്മകൾ, നമ്മൾ പുതിയ കുറെ അറിവുകൾ, അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം കേട്ടത് പാട്ടുകാരനായിരുന്നുവെന്നും പുസ്തകങ്ങൾ വായിക്കുന്ന ആളായിരുന്നുവെന്നും വെജിറ്റേറിയൻ ആയിരുന്നുവെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നു. ഒരു പരിധിവരെ ഓർമ്മകളാണ് നമ്മൾ പങ്കുവെച്ചതെങ്കിലും ഒരു സിനിമ കാണുന്നത് പോലെ ഒരു ജീവിതത്തെ നമ്മളിവിടെ കാണുകയായിരുന്നു, വീണ്ടും ഓർക്കുകയായിരുന്നു. സോമേട്ടന്റെ ഓർമ്മകൾ പലരെയും കാണുമ്പോൾ അദ്ദേഹത്തോടൊത്ത് ഇടപഴകിയിട്ടുള്ള ഓരോരുത്തർക്കും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. അവരും ഇത് കാണുമ്പോൾ ആ നല്ല ഓർമ്മകളിലൂടെ ഒരിക്കൽ കൂടി യാത്ര ചെയ്യട്ടെ. സാദിക, രഞ്ജേട്ട, സജിയേട്ട, ജനുവേട്ട വന്നതിൽ വളരെ നന്ദി. ഇവിടെ ഞങ്ങൾ ഓരോ ലെജൻസിന്റെയും ചിത്രം പതിപ്പിച്ച ഒരു ആൽബം തയ്യാർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു എപ്പിസോഡ് തീരുമ്പോഴത്തേക്ക് പൂർണ്ണമാകത്തക്ക രീതിയിൽ അതിൽ നമ്മളൊന്ന് സൈൻ ചെയ്യുന്നു. നമ്മുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുന്നു. വന്നതിന് എല്ലാവരോടും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നമസ്കാരം.
അമൃത ടിവിയുടെ ഭാഗത്തു നിന്നും പ്രിയപ്പെട്ട സജിയേട്ടന് ഒരു സ്നേഹ സമ്മാനം.